നമസ്കാരം. വേദിയിലിരിക്കുന്ന സഹ സംവാദകരുമായിട്ട് ഇതൊരു ഡിസ്കഷനാണ്, ചർച്ചയാണെന്ന് കരുതുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പലരുമായും നേരിട്ട് സംസാരിക്കാൻ തിരക്കുകൾ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു ഫലവത്തായ ചർച്ച മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നതാണ്. ഈ ചർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരു 2 റൗണ്ട് വീതം അവരുടെ കാര്യങ്ങൾ പറയാനും അതിൻ്റെ ഒരു രീതിയിലേക്ക് അവതരിപ്പിക്കാനും പിന്നെ അതിൻ്റെ ഇടയിൽ ചോദ്യങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് പലപ്പോഴും കർത്തവ്യമെന്ന് വിചാരിക്കുന്നത് സമയം നിയന്ത്രിക്കുക, അവരുടെ കൃത്യമായ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ചില ചോദ്യങ്ങളിലേക്ക് ലീഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ഒരു മോഡറേറ്റർ എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. എനിക്കിന്ന് സാധാരണ പരിപാടികൾക്ക് നമ്മൾ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടുവന്നിട്ടുള്ളത് 3-4 പരിപാടികൾ നമുക്ക് വളരെ ടേക്ക് എവേ ആയിട്ടുള്ളതുണ്ടാവും. ബാക്കിയുള്ള പരിപാടികൾ നമ്മളിങ്ങനെ ഒരു ഫില്ലർ പോലെ നിറച്ചു. പക്ഷെ ഇന്ന് രാവിലെ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു വിഷയമാണ് ശ്രീ നരേന്ദ്ര നായിക്ക് ഇവിടെ സംസാരിച്ചത്. എങ്ങനെയാണ് ഈ മാംഗ്ലൂർ അല്ലെങ്കിൽ ഈ കോസ്റ്റിൽ, ഈ വെസ്റ്റ് കോസ്റ്റിൽ എങ്ങനെയാണ് ഒരു വളരെ ചെറിയ കമ്മ്യൂണിറ്റി എന്ന് നമ്മൾ വിചാരിക്കുന്ന GSB പോലെയുള്ള കമ്മ്യൂണിറ്റികൾ ഒരു ഹിന്ദുത്വ വളർച്ചയ്ക്ക് കാരണമായത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നുണ്ടായ സംസാരത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നമുക്ക് എവിടെയെങ്കിലും ഒരു സംവാദത്തിന് സാധ്യതയുണ്ടോ, ഈ ഹിന്ദുത്വവുമായി സംവാദത്തിന് സാധ്യതയുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു കുറ്റസമ്മതം പോലെ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു തരത്തിലും അല്ലെങ്കിൽ ഒരു മണ്ടത്തരം കാണിച്ചിട്ടുള്ള ആളാണ്, ഞാനും പോയി സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ആരും തന്നെ സംഘപരിവാർ വേദികളിൽ പോയി സംസാരിക്കരുത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഈ ഒരവസ്ഥ, അതായത് കൃത്യമായി സംഘപരിവാർ മുഖത്തോടു കൂടിയുള്ള ഒരു സംഗതി ഉണ്ടായിട്ടില്ല എങ്കിൽ ആ കുറവ് നികത്തുന്നത്, ഞാൻ എക്സ്പ്ലിസിറ്റായിട്ട് തന്നെ പറയുകയാണ്, സംഘപരിവാർ നാസ്തികത എന്ന പേരിൽ നാസ്തികത വിളിച്ചു പറയുന്ന ഈ പറയുന്ന എസൻസ് എന്നൊക്കെ പറയുന്ന ശ്രീ രവീന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം വ്യക്തികളാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ ഡോക്ടർ വിശ്വനാഥനടക്കം സംസാരിച്ച് കഴിഞ്ഞു. ഓരോ ഘട്ടത്തിലും പഞ്ചഗവ്യം പോലെയുള്ള ന്യായീകരണ സൂത്രങ്ങൾ ഉണ്ടാക്കുക, വേണ്ട മുസ്ലിങ്ങൾക്ക് നോട്ട് ഈവൺ സിറ്റിസൺ റൈറ്റ്സ് പോലും കൊടുക്കരുത് എന്ന് പറയുന്നതിൽ നോട്ട് ഈവൺ മാറ്റി മറിച്ച് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ ഒരാൾ പറയുന്നത് പോലെ കേൾപ്പിച്ചിട്ട് മറ്റൊരാളുടെ ശബ്ദം കേൾപ്പിക്കുക. ഇങ്ങനെ പല സൂത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളുടെ ഇടയിൽ ഇരുന്ന് തന്നെ ഈ നാസ്തികത എന്ന പേരിൽ അല്ലെങ്കിൽ നാസ്തികതയുടെ പേരിൽ ഈ സംഘപരിവാർ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ഇതിനെതിരെ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് എന്ന്. അതേസമയം നമുക്ക് മറ്റൊരു കാര്യങ്ങളുണ്ട്. കാരണം നമ്മളിങ്ങനെ സംഘപരിവാർ നാസ്തികതയെക്കുറിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ആരോപണങ്ങളാണ് നമ്മൾക്കെതിരെ ഉയർന്നു വരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പലരെയും വിമർശിക്കാൻ ഭയമാണ്, പേടിയാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ പോവും, കാല് പോകും. അതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം ഇതുവരെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അങ്ങനെയാണ് ആരോപിക്കപ്പെടുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്ന വ്യക്തികൾ എല്ലാവരും ആ ഒരു രീതിയിൽ, ഇതിനകത്ത് ഷുക്കൂർ വക്കീലാണെങ്കിൽ ഈ വേദിയിൽ തന്നെ, അവരുടെ വേദിയിൽ തന്നെ പോയിട്ട് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ആദർശ് ആണെങ്കിലും ജയശ്രീ ആണെങ്കിലും കുറേ വർഷങ്ങളായിട്ട് ഇതിനെ കാണുന്ന ഒരാളാണ്. ഇതിൻ്റെ ഒരു കൗണ്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന, ചർച്ചയുടെ ഘടന എന്ന് ഉദ്ദേശിക്കുന്നത്, കഴിയുന്നതും ഒരു 10 മിനിറ്റിൽ താഴെ
വെച്ചിട്ട് ഓരോ ആൾക്കാർക്കും കഴിയുന്നതും 2 റൗണ്ട് സംസാരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. തൽക്കാലം ആസാ ഡോക്ടറിന് എത്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് അതിനിടയിൽ ചില ചോദ്യങ്ങളും ചില കാര്യങ്ങളും ഒക്കെ നമുക്ക് 2ാമത്തെ റൗണ്ടിലേക്ക് കൊണ്ടുവരാം. അവസാനം ചെറിയൊരു കൺക്ലൂഷൻ വെച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അധികം വൈകാതെ ഞാൻ ആദ്യം വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ജയശ്രീയെയാണ്. ജയശ്രീ ഒരു 10 മിനിറ്റിനുള്ളിൽ ജയശ്രീയുടെ ഒരു കാര്യങ്ങൾ അവിടെ ഇരുന്ന് തന്നെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു. എങ്ങനെയാണ് നവനാസ്തികത ലോകത്തെമ്പാടും ഉണ്ടായി വരുന്നതിൻ്റെ ഒരു ചരിത്രത്തിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. 20ാം നൂറ്റാണ്ട് വരെയും പല ചരിത്ര സന്ദർഭങ്ങളോടും ഇടപെട്ടും എതിരിട്ടും പ്രതികരിച്ചുമൊക്കെ രൂപപ്പെട്ട ഒരു ഇടതുപക്ഷ, ഒരു പക്ഷേ നോൺ മാർക്സിയൻ എന്ന് തന്നെ പറയേണ്ട ഒരു ഇടതുപക്ഷ ലിബറൽ യുക്തിവാദത്തിൻ്റെ മൗലികമായ പ്രത്യേകത എന്ന് പറഞ്ഞിരുന്നത് അത് അതാത് ദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയവും ചരിത്രപരവുമായ വസ്തുതകളോട് ഇടപെട്ടുകൊണ്ടാണ് അത് നിന്നിരുന്നത് എന്നതാണ്. അതേസമയം അത് നവനാസ്തികതയിലേക്ക് വന്നപ്പോൾ അത് ഇത്തരത്തിലുള്ള സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും ഒക്കെയായ ആധാരങ്ങളെ കൈവെടിയുകയും അത് തത്വചിന്തയെ കൈവെടിയുകയും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നമുക്ക് ആലോചിച്ചാൽ ഈ പറയുന്ന നാസ്തികത എന്നത് ഒരു സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിനുള്ളിലാണ് എന്നത് മറന്നുപോയിക്കൊണ്ട് ഉള്ള ഒരു നാസ്തിക മുന്നേറ്റമായി തീരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് സംവരണ വിരുദ്ധമായ ഫെമിനിസ്റ്റ് ചിന്താഗതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നായി നവനാസ്തികത മാറിത്തീരുന്നത് നമുക്ക് കാണുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി മുസ്ലിം അപരവൽക്കരണം മുന്നോട്ട് വയ്ക്കുന്ന നവനാസ്തികതയുടെ ഒരു അജണ്ടയായി തന്നെ അത് മാറുന്നതും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഈ മാറ്റത്തെ ലോകത്ത് നമ്മൾ അടയാളപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ലോകത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടാകുന്ന ഒരു വലിയ മുസ്ലിം വിരോധവും മുസ്ലിം വെറുപ്പും ഒക്കെ വളർത്തിക്കൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടും ഇത്തരത്തിലുള്ള ഒരു നവനാസ്തികത മുന്നേറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ കേരളത്തിലും വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പരിണാമത്തെപ്പറ്റി സംസാരിക്കുകയും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റിനെ മാത്രം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തുകൊണ്ട് വലിയ അപകടത്തിലേക്ക് ക്ഷണിക്കുന്ന രീതിയിൽ നവനാസ്തികത മാറിത്തീരുന്നു. അങ്ങനെ മാറിത്തീരുന്ന നവനാസ്തികതയെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഒരു യാതൊരു തരത്തിലുള്ള തത്വചിന്താപരമായ, അതായത് ഒരു സെക്യുലറായ അല്ലെങ്കിൽ ഫെമിനിസ്റ്റായ സംവരണത്തിനോട് അനുകൂലമുള്ള യാതൊരു നിലപാടുകളും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലേക്ക് അത് മാറിത്തീരുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തരത്തിലും അപരവൽക്കരിക്കപ്പെടാത്ത ഒരു ഉത്തമ പുരുഷനെ മാത്രം കേന്ദ്രീകരിക്കുന്ന, അവിടെ ഒരു സ്ത്രീയെ പോലും വിഭാവനം ചെയ്യാൻ പറ്റാത്ത, അപ്പോൾ മറ്റ് ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ കാര്യം പിന്നെയും ചർച്ചാ വിഷയമാകും, പിന്നെയും ചോദ്യചിഹ്നമാകും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ആ ഒരു ഇത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭീകരപ്രവർത്തനത്തെ സംബന്ധിച്ച് ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ആക്രമണത്തിന് പിന്നാലെ ഉണ്ടാകുന്ന സന്ദർഭം എന്ന് പറയുമ്പോൾ ഭീകരപ്രവർത്തനത്തിൻ്റെ മനഃശാസ്ത്രത്തെ പറ്റി മനസ്സിലാക്കുന്നതിന് പകരം അതിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ പരിശോധിക്കാതെ പൊതുവെ ലോകത്തെ ഗ്രസിച്ച ആ ഇസ്ലാം വെറുപ്പിനെ വളർത്തിക്കൊണ്ടുവരാനായി നവനാസ്തികത നന്നായി അധ്വാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചില പോയിന്റുകൾ കുറിച്ചു വെച്ചത് പറയാം എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഒരു ഇസ്ലാമോഫോബിക്കായ ഒരു അന്തരീക്ഷം പ്രചരിപ്പിക്കുന്നതിലും നിലനിർത്തുന്നതിലും നവനാസ്തികതയുടെ ഈ സമീപനം വലിയ അളവിൽ കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ലോക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ്
നവനാസ്തികത കേരളത്തിൽ വളർന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം കൈയാളുന്ന ഒരു വലതുപക്ഷ ഹിന്ദുത്വ സംഘപരിവാര ചേരി ഇന്ത്യൻ റിപ്പബ്ലിക്ക് മുന്നോട്ട് വയ്ക്കുന്ന സെക്യുലർ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന പരികൽപ്പനകളുടെ നേരെതിർ ചേരിയിൽ പോയി അവർ പ്ലേസ് ചെയ്യുകയും വർഗീയ ഭൂരിപക്ഷാധിപത്യത്തെ ജനാധിപത്യം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരായി നവനാസ്തിക ചേരി മാറുന്നു എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും വിമത ശരീരങ്ങളെ പുറന്തള്ളാനുള്ള ഏറ്റവും വലിയൊരു ശക്തിയായി ഈ നവനാസ്തിക ചേരി മാറുന്നുണ്ട്. ഈ നവനാസ്തിക ചേരി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, സംഘപരിവാർ അജണ്ടയെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്വയം സൈനികവൽക്കരിക്കുന്ന ഒരു കൂട്ടമാണ് എന്ന് പറയേണ്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് സ്വയം സൈനികവൽക്കരിക്കുന്ന ഒരു കൂട്ടം എന്ന് പറയുമ്പോൾ തങ്ങൾ ഉത്തമ പൗരന്മാരാണ് എന്ന് സ്ഥാപിക്കുകയും അതേസമയം ഇവിടെ ചിലരെ അപരവൽക്കരിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന, നമുക്കൊരു ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡ് മഹാമാരി കാലത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തിറങ്ങുമ്പോൾ അവർ പുറത്തിറങ്ങുന്നുണ്ട് എന്ന് പഞ്ചായത്തിനെയും പോലീസിനെയും അറിയിക്കാൻ നമ്മൾ ഓരോരുത്തരും തന്നെ കാണിച്ചിരുന്ന വ്യഗ്രതയിൽ നമ്മൾ ഓരോരുത്തരും മുസ്ലിം ശരീരമല്ല എന്നോ അല്ലെങ്കിൽ അപരവൽക്കരിക്കപ്പെടേണ്ട ശരീരമല്ല എന്നോ പ്രഖ്യാപിക്കുകയും തങ്ങൾ നിയമപാലകരാണെന്ന് പ്രഖ്യാപിക്കുകയും അതേസമയം നിയമത്തിൻ്റെ മുൻപിൽ ചിലരെല്ലാം പുറത്താക്കപ്പെടേണ്ടവരാണെന്നും അവർ ഇവിടെ നിലനിൽക്കേണ്ടവരെ അല്ല എന്നും സാകല്യ ദേശീയതയുടെ പുറത്ത് നിൽക്കേണ്ടുന്ന നമ്മുടെ ദേശീയ ഭൂപടത്തിൻ്റെ പുറത്ത് നിൽക്കേണ്ടവരാണ് ചിലരെന്ന് ആഞ്ഞു പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപരഹിംസയിൽ ഊന്നിയ വംശീയതയാണ് ഇത്തരം നവനാസ്തിക ചേരി മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ പലതരം ഉദാഹരണങ്ങൾ, അത് സ്ത്രീകളോടുള്ളത് വെളിച്ചപ്പാടിൻ്റെ ഭാര്യയായാലും സംഘപരിവാർ അജണ്ടകളെ മുമ്പോട്ട് വയ്ക്കാനുള്ള മറ്റ് നിരവധി ഉദാഹരണങ്ങളായി നമുക്ക് മുമ്പോട്ട് വയ്ക്കാൻ കഴിഞ്ഞാലും ഇതെല്ലാം നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പട്ടാളത്തിൻ്റെ ഒരു യൂണിഫോമോ ആയുധങ്ങളോ കയ്യിലില്ലാതെ സൈനികവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടമായി തന്നെ ഒരു സൈന്യമായി തന്നെ അവർ പൗരന്മാരെ പ്രജകളായി കണക്കാക്കാൻ തുടങ്ങുന്ന ഒരു സന്ദർഭം വരികയാണ്. ആ ഒരു സന്ദർഭം വളരെ അലാമിംഗ് ആയ ഒരു സിറ്റുവേഷനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് ഞാനിതിൽ ഉദ്ദേശിക്കുന്നത്. നന്ദി ജയശ്രീ. ജയശ്രീ ഏതാണ്ട് കവർ ചെയ്തത് ഇവിടുത്തെ തന്നെ ഒരു നാസ്തികത എങ്ങനെയാണ് ഒരു സംഘപരിവാർ തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. എനിക്കൊന്നും ആദർശിന് അതിൻ്റെ ഒരു ഗ്ലോബലായിട്ടുള്ള ഒരു കാര്യം പറയാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രവണത ഇപ്പം നേരത്തെ നമ്മൾ കേട്ടതുപോലെ ഒരു ബ്ലാക്ക് ലൈവ്സ് മാറ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഓൾ ലൈവ്സ് മാറ്റർ എന്ന രീതിയിൽ പുരോഗമനപരമാണ്, തുല്യതയ്ക്കെതിരെ തുല്യത എന്ന രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിക്കാനുള്ള പുരോഗമനമെന്ന് തോന്നുന്ന യാഥാസ്ഥിതിക വാദങ്ങൾ നിരത്താൻ പലപ്പോഴും വലതുപക്ഷത്ത് തന്നെ ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതെങ്ങനെയാണ് കേരളത്തിൽ മാത്രമല്ല അത് വളരെ പുരോഗമനപരമായി തോന്നിക്കുന്ന രീതിയിൽ ഈ വാദങ്ങൾ, ഈ സംഘപരിവാർ വാദങ്ങൾ എങ്ങനെയാണ് ഇവിടെ വരുന്നത്, അതുപോലെ തന്നെ ഗ്ലോബലി അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൂടി ആദർശിന് പറയാൻ പറ്റുന്നതാണ്. ആദർശ് സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് കൂടി ചിന്തിക്കണം എന്നുള്ളൊരർത്ഥത്തിലാണ് ഞാൻ മിക്കപ്പോഴും ഒരു വിഷയത്തെ സമീപിക്കുക. അത്തരത്തിൽ എനിക്ക് ഈ വിഷയത്തിലേക്ക് നോക്കിക്കാണുമ്പോൾ ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇപ്പം യമൈക്കൻ നൊടികൾ എന്ന് പറഞ്ഞിട്ട് നയൻതാര നായികയായ ഒരു സിനിമയുണ്ട്. അതിൽ അവർ പറയുന്നൊരു കാര്യം, പ്രതി ആരാണെന്ന് കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പണിഷ് ചെയ്യുന്നത് എളുപ്പമുള്ള പരിപാടിയാണ്. അതുപോലെയാണ് ഈ ഇവരുടെ ഇപ്പോൾ ഒരു ഐഡിയ ആയിട്ടാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഐഡിയയുടെ ഉറവിടം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ ഫൈറ്റ് ചെയ്യുന്നത് കുറച്ച് എളുപ്പമുള്ള പരിപാടിയാണ്. അതുപോലെയാണ് എങ്ങനെയാണ് കേരളത്തിൽ ഈ നവനാസ്തികത എന്ന് പറയുന്ന സംഭവം
മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നാം എല്ലാം ഒന്ന് കുറച്ച് ഒരു 5-6 കൊല്ലം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഈ നവനാസ്തികത എന്നുള്ള ഫോമിൽ ഇന്ന് എത്തി നിൽക്കുന്ന പ്രസ്ഥാനവുമായി ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞോ അറിയാതെയോ കണക്ട് ചെയ്ത് പോയിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒന്നുകിൽ സി രവിചന്ദ്രൻ എന്നുള്ള വ്യക്തിയുമായി ഏതെങ്കിലും രീതിയിൽ ആ സമയത്ത് നമ്മളെല്ലാവരും സഹകരിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എസൻസ് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ആ കാലത്ത് എല്ലാവരും സഹകരിച്ചിട്ടുണ്ടാവണം. ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഏതോ ഒരു പോയിന്റിൽ അവർക്ക് നമ്മളുടെ ഉള്ളിലെ ഒരു സെൻസിറ്റിവിറ്റിയെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നുള്ളൊരു തോന്നൽ ഏതോ ഒരു കാലഘട്ടത്തിൽ അവർക്ക് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ തോന്നൽ ഒരു തെറ്റായ കാര്യമല്ല. അത് ഇവിടെ ഉള്ള പലരെയും ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എവിടെയോ ഒരു ചേഞ്ചിങ് മൊമെൻ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. സോ ഇതിൻ്റെ ബേസിൽ ഞാൻ 2018-19 ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയെപ്പറ്റി ഞാനൊരു ഡെസർട്ടേഷൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞാനന്ന് സി രവിചന്ദ്രൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അതിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഏത് പോയിന്റിലാണ് താങ്കൾ എത്തിസ്റ്റായി മാറുന്നത് എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ 6ാം ക്ലാസ്സൊക്കെ ഉള്ള സമയം തൊട്ട് പ്രാർത്ഥന പതുക്കെ വിടുന്നുണ്ട്, പിന്നീട് ഗ്രാജുവലായി ഇവോൾവ് ചെയ്യുകയാണ്, ഓരോ സ്റ്റേജിലാണ് ഓരോ ഘട്ടങ്ങളിലായി ഇത് മാറുന്നത്. പക്ഷേ ഈ എത്തിസത്തിൻ്റെ ഒരു പീക്ക് പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടച്ചിങ് പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ 11 അറ്റാക്കാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ നിലംപതിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതൊരു വലിയ പീക്ക് പോയിന്റായി അദ്ദേഹം അന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പറയുന്നുണ്ട്. സോ അത് ബേസിക്കലി പിന്നീട് ലോകത്തെല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ള ഇസ്ലാമോഫോബിയയായി കണക്ട് ചെയ്തുകൊണ്ടാണ് അത് പിന്നീട് പോകുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ ചർച്ചകളും അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളും വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഹീസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ റിച്ചാർഡ് ഡോക്കിൻസ്. റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന ഒരു നാസ്തികനുമായി അദ്ദേഹം വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ്. അദ്ദേഹം പറയുന്ന പല വാക്കുകളുമായി അല്ലെങ്കിൽ വാദങ്ങളുമായി വളരെയധികം കണക്റ്റഡ് ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്ത് ഇസ്ലാമോഫോബിക്കായ രീതിയിൽ എത്തിസം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് റിച്ചാർഡ് ഡോക്കിൻസ്. റിച്ചാർഡ് ഡോക്കിൻസ് ഒരു ബയോളജിസ്റ്റ് ആണ്. പക്ഷേ റിച്ചാർഡ് ഡോക്കിൻസിനെ ഫോളോ ചെയ്യുന്ന പലർക്കും കേരളത്തിൽ ബയോളജിയെ പറ്റിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈവൻ എവല്യൂഷനെ പറ്റിയോ കാര്യമായ ധാരണകളില്ല എന്നുള്ളത് പിന്നീട് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബട്ട് ഇതിൻ്റെ അടിസ്ഥാനം റിച്ചാർഡ് ഡോക്കിൻസ് ഇസ്ലാമോഫോബിക്കായി സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വയം ഒരു ലെഫ്റ്റ് വിങ് ആണെന്ന് ക്ലെയിം ചെയ്യുന്ന സമയങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ റൈറ്റ് വിങ്ങിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്. റൈറ്റ് വിങ് ക്രോണിക് ക്യാപിറ്റലിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാനിതിനെ ഒരു സംഘപരിവാർ നാസ്തികത അല്ലെങ്കിൽ സവർക്രൈറ്റ് നാസ്തികത എന്നൊക്കെ വിളിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കലി ഞാനതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ഡോക്കിൻസിയൻ നാസ്തികതയാണ്. ഡോക്കിൻസിയൻ നാസ്തികതയുടെ ഇന്ത്യൻ പതിപ്പ് തീർച്ചയായും വരുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഷെൽട്ടർ കിട്ടുക തീർച്ചയായും സംഘപരിവാർ കേന്ദ്രങ്ങളിലാണ് എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ യഥാർത്ഥ റൈറ്റ് വിങ്, ഇന്ത്യയിലെ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് BJP ആണ് അല്ലെങ്കിൽ RSS ആണ്. അവിടെ ആയിരിക്കും അവരുടെ അഭയകേന്ദ്രം എന്നുള്ളത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ രവിചന്ദ്രൻ എപ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ നോക്കൂ, ഞാൻ ഹിന്ദുയിസത്തെ വിമർശിക്കുന്നുണ്ട്, നിങ്ങളിൽ പലരും ഹിന്ദുയിസത്തെ വിമർശിക്കാൻ ആ അർത്ഥത്തിൽ മെനക്കെടുന്നില്ല. ഞാൻ ഗോവധ നിരോധനത്തെ വിമർശിക്കുന്നുണ്ട്, RSSകാരും ഗോവധ നിരോധനത്തെ അതിന് വിമർശിക്കുന്നില്ല, ഞാൻ അത് വിമർശിക്കുന്നുണ്ട് ചെയ്യുന്നു. കാരണം അതൊരു ക്യാപിറ്റലിസ്റ്റ് ലോജിക്കാണ്. ഗോവധ നിരോധനം ഗോവധ നിരോധനം നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ബീഫിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ വളരെ ബാധിക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഒരു ക്യാപിറ്റലിസ്റ്റ് ലോജിക്കാണ്. ക്യാപിറ്റലിസത്തിന് തടസ്സമുണ്ടാകുന്ന ഒന്നും അല്ലെങ്കിൽ ക്രോണിക് ക്യാപിറ്റലിസത്തിന് തടസ്സമുണ്ടാകുന്ന ഒന്നും ആ ചേരിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം. ആ ബേസിൽ ഊന്നിക്കൊണ്ടാണ് ക്രോണിക് ക്യാപിറ്റലിസത്തിന് വർക്ക് ചെയ്യാൻ ഫേവറാണ്. ഇപ്പം സി രവിചന്ദ്രനായാലും എസൻസിലെ മറ്റുള്ളവരായാലും സംസാരിക്കുന്ന നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അദാനിയെ ഫേവറേറ്റിസം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന, അംബാനിയെ ഫേവറേറ്റിസം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വളരെ ചുരുക്കം നാസ്തിക ഗ്രൂപ്പുകളെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഇടമായി ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് സ്വാഭാവികമായി അവർക്ക് ഒത്തുപോകാൻ കഴിയുന്ന ഇന്ത്യയിലെ നിലവിലെ പൊളിറ്റിക്കൽ സ്പേസ് എന്ന് പറയുന്നത് BJPയും ഇവിടുത്തെ റൈറ്റ് വിങ്ങും തന്നെയാണ്. അതുകൊണ്ടാണ് അത് ഒത്തുപോകുന്നത്. എന്നാൽ അത് ഒരു ഹിന്ദു രാഷ്ട്രവാദത്തിലേക്ക് പോകുന്ന സമയത്ത്, ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ഒരു സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവരുടെ വാദഗതി എന്തായിരിക്കും എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അതിനെപ്പറ്റി എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. അവരത് മുമ്പ് പല വേദികളിലും ക്ലിയർ ആയ ഒരു സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടായിട്ടും അറിയില്ല. പക്ഷേ എല്ലായിടത്തും ഇതിൻ്റെ അടിസ്ഥാനം ഇസ്ലാമോഫോബിയും റൈറ്റ് വിങ് പൊളിറ്റിക്സുമാണെന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഞാൻ ആദ്യം ഷൂട്ട് ചെയ്ത ചോദ്യം തന്നെ, എന്തുകൊണ്ടായിരിക്കാം ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ സോ കോൾഡ് ഡോക്കിൻസിൻ നാസ്തികതയിലേക്ക് അല്ലെങ്കിൽ നിയോ എത്തിസം എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മളിൽ പലരും തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആയി പോയത്? ഞാൻ ഓഫ് കോഴ്സ് ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരാളാണ്. ഞാനത് ഒരിക്കലും ഒരിടത്തും റിജക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ എത്തിസത്തിലേക്ക് ഞാൻ ആദ്യം ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് സി രവിചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് കണ്ടു തന്നെയാണ്. എനിക്കത് പറയുന്നതിനകത്ത് ഞാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി പുള്ളിയുടെ ഒരു ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അതിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഒരു കാലത്ത് ഞാൻ വിശ്വാസിയായിരുന്നു, അതിൽ നിന്ന് പുറത്തു വന്ന പോലെ തന്നെയാണ് രവിചന്ദ്രൻ്റെ പ്രസ്താവനകൾ കേട്ട് എത്തിസത്തിലേക്ക് ഇൻട്രസ്റ്റഡ് ആയി ആ രവിചന്ദ്രൻ സാർ പറയുന്നതല്ല എത്തിസം എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും കൂടി പുറത്തു വന്ന ഒരാളാണ്. സോ
എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതുവരെ കേരളത്തിലെയോ ഇന്ത്യയിലോ മറ്റ് നാസ്തിക പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കാതിരുന്ന ഒരു വലിയ കാര്യം അവർ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ വഴി വലിയ തോതിൽ യൂത്തിൻ്റെ ഇടയിലേക്ക്, നമുക്കറിയാവുന്ന പോലെ പഴയ യുക്തിവാദി സംഘമാണെങ്കിലും മറ്റ് പ്രസ്ഥാനങ്ങളൊക്കെ ആണെങ്കിലും വളരെ ഒരു ഏജ്ഡ് പോപ്പുലേഷൻ്റെ ഇടയിലേക്ക് ചുരുങ്ങിപ്പോയൊരു കാലത്ത് യൂത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള രീതിയിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ച് അവർ വരുന്നു എന്നുള്ളതാണ്. രണ്ട്, ഇതിനെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മുമ്പുണ്ടായിരുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന നാസ്തികത അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതിന് ഒരു പൊളിറ്റിക്കൽ പക്ഷം ഇതിനില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയിരിക്കുന്നു. കമ്മ്യൂണിസം ഒരു മതമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവർ നടത്തുന്നു. സോ അതിൽ നിന്നൊരു വേർതിരിവ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി, എല്ലാ മതങ്ങളും ഒരുപോലെ വിമർശിക്കപ്പെടേണ്ടതാണെന്നും അതിനകത്ത് ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് അവർ നടത്തുന്നു. അത് മുമ്പൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ മതവിമർശനം നടത്തുന്ന സമയത്ത് അവരൊരു മിതത്വം പാലിക്കും, അല്ലെങ്കിൽ കുറച്ചൊക്കെ മയപ്പെടുത്തി സംസാരിക്കും. ആ മയപ്പെടുത്തൽ ആവശ്യമില്ല, ഇത് അൾട്ടിമേറ്റ്ലി ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ വരുന്നു. അത് ഒരുപാട് പേരെ ഇയാൾ ഒരുപക്ഷെ പറയുന്നത് സത്യമായിരിക്കാം, ഇയാൾ എല്ലാവരെയും വിമർശിക്കാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു തോന്നൽ ആദ്യകാലങ്ങളിൽ സൃഷ്ടിക്കുന്നു. നാലാമതായി, ഇവർ ഉപയോഗിക്കുന്നൊരു ഭാഷ, അതുവരെ നമ്മൾ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞ് വളരെ സങ്കുചിതമായി ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയിൽ നിന്ന് ഇത് പെട്ടെന്ന് ഒറ്റയടിക്ക് മാറുകയാണ്, സാധാരണക്കാരൻ്റെ ഭാഷയായി മാറുകയാണ്. മണിക്കൂറുകൾ നീണ്ടിരുന്ന പ്രസംഗങ്ങളാണെങ്കിൽ പോലും കേട്ടിരിക്കാൻ ഇമ്പമുള്ളൊരു ഭാഷയുണ്ടാകുന്നു. ബീഫ് നിരോധനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പശുവിനെ മറ്റേ സഹോദരിയുടെ ലോജിക്കൊക്കെ പുള്ളി എടുത്തിരുന്നുണ്ട് ആ സമയത്ത്. അതായത് നിങ്ങൾ പെങ്ങളായിട്ട് കണ്ടോളൂ, അളിയനോട് ഇതേ കാര്യം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പോലത്തെ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം നടപ്പിലാക്കുന്നുണ്ട്. സോ ഇത് സ്വാഭാവികമായ ഒരു വലിയ വിഭാഗത്തെ കേട്ടിരിക്കാൻ രസമുള്ള ഒന്നാക്കി മാറ്റുകയും ഇതിനകത്ത് ശരിയുണ്ട് എന്നുള്ള തോന്നൽ വരുത്തുകയും ചെയ്യുന്നു. സോ നിങ്ങൾ ഇതിനെ കൗണ്ടർ ചെയ്യാനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സോക്കോൾഡ് നിയോ നാസ്തികതയെ കൗണ്ടർ ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ഒന്നാമതായി അത്തരത്തിൽ ഇവരിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ, ഒന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും, രണ്ട് ഈ ഭാഷയുടെ ഉപയോഗവുമാണ്. ഇത് രണ്ടും കൊണ്ടാണ് അവരിൽ നിന്ന് എടുക്കാൻ കഴിയുന്നത്. ഇനി അവരിൽ നിന്ന് എന്ത് ത്യജിക്കണമെന്ന് ചോദിച്ചാൽ ആത്യന്തികമായി അതിൻ്റെ രാഷ്ട്രീയമാണ്. ഇതിന് BJP-യോട് അല്ലെങ്കിൽ RSSനോട് ഉണ്ട് എന്ന് പറയുന്ന കമ്മിറ്റ്മെൻറ്റിനോളം തന്നെ പ്രാധാന്യമാണ് അതിന് ക്രോണി ക്യാപിറ്റലിസത്തോടുള്ള പ്രാധാന്യം. ക്രോണി ക്യാപിറ്റലിസമാണ് അവർക്ക് ഫണ്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ മറ്റ് നാസ്തിക ഗ്രൂപ്പുകൾക്കൊന്നും ാത്ത രീതിയിലുള്ള ഫണ്ടിങ് എസെൻസിന് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ക്രോണി ക്യാപിറ്റലിസത്തിനോടുള്ള അവരുടെ കമ്മിറ്റ്മെൻ്റ് ആണ്. അതിനെ നിങ്ങൾ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ഇസ്ലാമോഫോബിയ പോലുള്ള കാര്യങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ തിരിച്ച് കൗണ്ടർ ചെയ്യുക എന്നുള്ളൊരു പ്രധാന ചോദ്യമാണ്. ഇപ്പോൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ലോകത്തെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള മതം ഇസ്ലാമാണ്. അത് റിച്ചർഡ് ഡോക്കിൻസ് പറയുന്നതാണെങ്കിലും അല്ല ഇനിയിപ്പോൾ ഇവിടെ എസൻസ് പറയുന്നതാണെങ്കിലും ഒക്കെ ഈ രീതിയിലാണ് അവർ സംസാരിക്കുക. അപ്പോൾ തിരിച്ച് നിങ്ങൾ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു? നിങ്ങളും അതേ വാദഗതി പിന്തുടരുന്നു, അതല്ല തിരിച്ച് ഇസ്ലാം ലോകത്തിലെ ഏറ്റവും സമാധാന മതമാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു എന്നുള്ളതാണ് അതിലെ കാര്യം. ഇപ്പോൾ ഇത് രണ്ടെടുത്താലും പ്രശ്നമാണ്. ഇസ്ലാം ലോകത്തിലെ ഏറ്റവും സമാധാന മതമാണ് എന്നുള്ള ആർഗ്യുമെൻറ്റ് നിങ്ങൾ പിടിച്ചാലും, അതല്ല ഇനി ഇസ്ലാം ലോകത്തിലെ ഏറ്റവും പ്രശ്നമുള്ള മതമാണ് എന്നുള്ള ആർഗ്യുമെൻറ്റ് നിങ്ങൾ പഠിച്ചാലും പ്രശ്നമാണ്. ഇതിനെ എംപിരിക്കലായി നോക്കി കാണുമ്പോൾ ലോകത്ത് ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ വയലൻസിനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാർട്ട് ചെയ്യുന്ന കൃത്യമായ സംവിധാനങ്ങളൊന്നും നമുക്കില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിനകത്ത് ഏത് പക്ഷത്ത്, ശരി കണ്ടാൽ ശരിയെന്നും തെറ്റ് കണ്ടാൽ തെറ്റെന്നും പറയുന്ന പക്ഷത്ത് നിൽക്കുകയും അതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ ഒരു വലിയ ബാധ്യതയുണ്ട്. ഈ ക്രോണി ക്യാപിറ്റലിസത്തെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. തിരിച്ച് നിങ്ങൾക്ക് ഒരു മാർസിയൻ ലൈനിൽ സോഷ്യലിസ്റ്റിക്കായി അപ്രോച്ച് ചെയ്തുകൊണ്ട് ക്രോണി ക്യാപിറ്റലിസത്തെ ഡിഫെൻഡ് ചെയ്യാൻ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ ഒരിക്കലും കഴിയില്ല. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാലും തിരിച്ച് അവരുടെ കൂട്ടിൽ തന്നെ നിങ്ങളെ കൊണ്ട് കെട്ടുന്നതിന് തുല്യമാണ്. സോ ഇതിൽ നിന്ന് എങ്ങനെ ഒരു വേർതിരിവ് സൃഷ്ടിച്ചെടുക്കാം, അത് എക്കണോമിക്കലി ആണെങ്കിലും സോഷ്യലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ മുമ്പിലുള്ളൊരു സൊല്യൂഷൻ എനിക്ക് ഈ അടുത്ത കാലത്ത് വളരെ സാറ്റിസ്ഫൈയിങ് ആയി തോന്നിയൊരു കാര്യം, ചാൻഡൽ മോഫും ഏണസ്റ്റ് ലെക്ലോവും അവതരിപ്പിക്കുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതിൻ്റെ പേര് റാഡിക്കൽ ഡെമോക്രസി എന്നാണ്. റാഡിക്കൽ ഡെമോക്രസി നിലകൊള്ളുന്നത് സമൂഹത്തിൽ അപരവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ സിദ്ധാന്തം. ഇപ്പം മാർസിയൻ സിദ്ധാന്തം നമുക്കറിയാം, ഒരു ബൈനറി സൃഷ്ടിക്കുന്നുണ്ട്. ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നുമുള്ള, അല്ലെങ്കിൽ പണക്കാരനെന്നും പാവപ്പെട്ടവനും എന്നുള്ളൊരു ബൈനറി സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ക്ലാസ് കോൺഫ്ലിക്റ്റിലാണ് മാർസിയൻ സിദ്ധാന്തം മുന്നോട്ട് പോകുന്നത്. റാഡിക്കൽ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് മാർസിയൻ സിദ്ധാന്തമാണ്. ആ പോസ്റ്റ് മാർസിയൻ സിദ്ധാന്തം മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ ഒന്നിലധികം ബൈനറികൾ ഉണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ക്ലാസ് കോൺഫ്ലിക്റ്റ് ഉള്ളതുപോലെ തന്നെ ഒരു കാസ്റ്റ് കോൺഫ്ലിക്റ്റും ഉണ്ട്. കാസ്റ്റ് കോൺഫ്ലിക്റ്റിൻ്റെ അടിസ്ഥാനം ബ്രാഹ്മണ്യവും അല്ലെങ്കിൽ ഇന്ത്യയിലെ ലോവർ കാസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ജനതയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്ത്രീകളുടെ ഒരു പെർസ്പെക്റ്റീവ് എടുക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്
ഈ പറഞ്ഞ ഇൻ്റർസെക്ഷനാലിറ്റീസ്, പാട്രിയാർക്കി വേഴ്സസ് സ്ത്രീകൾ എന്നുള്ള രീതിയിലേക്ക് അവിടെയും ഒരു ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ തന്നെ ട്രാൻസ്ജെൻഡർ പോലെയുള്ള മറ്റ് വിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഏതൊക്കെ മേഖലകൾ നിങ്ങൾ എടുക്കുന്നോ ഒന്നിലധികം കോൺഫ്ലിക്റ്റുകൾ സമൂഹത്തിൽ പലയിടങ്ങളിലായി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയും ഇതിലെ സബാൾട്ടേൺ എന്ന് നമ്മൾ വിളിക്കുന്ന ജനവിഭാഗങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിലും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മൂവ്മെൻ്റ് ആക്കി അതിനെ മുന്നോട്ട് പോകുമ്പോഴാണ് അതൊരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റായി മാറുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയുമാണ് ആദ്യ റൗണ്ടിൽ പറയാനുള്ളത്. ബാക്കി മറ്റുള്ളവർ സംസാരിച്ച ശേഷം സംസാരിക്കാം. നന്ദി. അടുത്തായിട്ട് ഷുക്കൂർ വക്കീലിനെ ഞാൻ വിളിക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങൾ ചോദ്യമായി തന്നെ മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ കുറച്ച് നാൾ മുമ്പ് വന്ന ഒരു പ്രസ്ഥാനമാണ് എക്സ് മുസ്ലിം എന്ന് പറയുന്നൊരു പ്രസ്ഥാനം. എക്സ് മുസ്ലിമിലൊരു മുസ്ലിമുണ്ട്. അത് കൂടാതെ അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാവേദ് അക്തറും ബർക്കാത്തത്തും തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ ജാവേദ് അക്തർ പറയുന്നത് ഞാനൊരു മുസ്ലിം ഏത്തിയസ്റ്റാണ്, അല്ലെ ഏത്തിയസ്റ്റ് മുസ്ലിമാണ് എന്നൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം പൊസിഷനുകളൊക്കെ സാധ്യമാണോ എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ രവീന്ദ്രൻ്റെയൊക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ഈ പറയുന്ന ഏത്തിയസത്തെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അത് പറ്റില്ല എന്ന ഒറ്റ നിലപാടിലേക്കാണ് അവരെത്തുക. പക്ഷേ ഇത്തരം വ്യത്യസ്തമായ ഐഡൻറ്റിറ്റികൾ സാധ്യമാണോ എന്നുള്ളൊരു ആദ്യത്തെ ചോദ്യം. രണ്ടാമത് ഒരു ചോദ്യവും കൂടിയുള്ളത്, ഈ ഇപ്പോൾ ആദർശൊക്കെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാവരെയും ഒരുപോലെ വിമർശിക്കുന്നു, നിങ്ങൾ മുസ്ലിങ്ങളെ വിമർശിക്കരുതെന്നാണ് പറയുന്നത്. ഇങ്ങനൊരു സംഭവമുണ്ടോ? എല്ലാ മതങ്ങളെയും ഒരുപോലെ വിമർശിക്കുമ്പോൾ, കൈവിറയ്ക്കാതെ എല്ലാ മതങ്ങളെയും ഒരുപോലെ വിമർശിക്കുമ്പോൾ മുസ്ലിങ്ങളെ വിമർശിക്കാൻ ഭയക്കേണ്ട അവസരം നിലവിലുണ്ടോ? ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും ഷുക്കൂർ വക്കീലിൻ്റെ എന്നത് കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പ്രാഥമികമായിട്ട് ഇതിനുള്ളൊരു ഉത്തരവും കൂടി കിട്ടുന്ന രീതിയിൽ അദ്ദേഹം പറയായിരുന്നെങ്കിൽ നന്നായിരുന്നു. രാവിലെ മുതലേ ഗഹനമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത് എല്ലാവരുടെയും തല പെരുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളെ പാനലിസ്റ്റുകൾ ജയശ്രീയും അഖിലൊക്കെ വളരെ ഗഹനമായ കാര്യങ്ങളാണ് നമ്മോട് സംസാരിച്ചത്. എനിക്ക് അനുഭവം കൊണ്ടുള്ള ചില കാര്യങ്ങൾ പറയാം. ഞാൻ എസൻസിൻ്റെ ഒരു പരിപാടി പങ്കെടുത്ത ആളാണ് 2023 തിരുവനന്തപുരം സമ്മേളനത്തിൽ. സാധാരണഗതിയിൽ ആ സമ്മേളനത്തിന് ക്ഷണിച്ചതിന് ശേഷം ഒരുപാട് പേര് എന്നോട് പറഞ്ഞത് നിങ്ങൾ ആ സമ്മേളനത്തിന് പോകാൻ പാടില്ല എന്നായിരുന്നു. ഒരുപാട് പേര്, വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നിങ്ങൾ ആ സമ്മേളനത്തിന് പോകാൻ പാടില്ല. അതിനവർ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ട്വിസ്റ്റ് ചെയ്തിട്ട് അവർ നിങ്ങളെ വലച്ച് കളിയും, നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്നൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ വലിയ ഡിബേറ്റുകളിലൊന്നും പങ്കെടുക്കുന്ന ആളല്ല, പക്ഷേ 10-26 വർഷമായിട്ട് കോടതിയിൽ പോകുന്ന ഒരാളാണ്. അപ്പം നമുക്ക് ഏത് വിഷയം വന്നാലും നമ്മളൊരു പരിശീലിച്ച അനുഭവം കൊണ്ടുണ്ടായ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പം ഞാൻ ആ പരിപാടി പങ്കെടുത്തു. ഏക സിവിൽ കോഡായിരുന്നു അന്നത്തെ ഫോക്കസ്. ഏക സിവിൽ കോഡിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ഇപ്പം 2014 BJP അധികാരത്തിൽ വരുന്നത് വരെ ഏക സിവിൽ കോഡിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷ ആൾക്കാരും സ്വതന്ത്രമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആളൊക്കെ കരുതിയിരുന്നത് നമ്മുടെ രാജ്യത്തിൽ ഏക സിവിൽ കോഡ് വന്നാൽ കൊള്ളാമെന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഈ കോൺഗ്രസ്സിലെ തന്നെ വളരെ പ്രബലമായ ഒരു വിഭാഗം, എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചിരുന്നവർ, അതിനുവേണ്ടി പ്രചരണം നടത്തിയവരാണ്. നമ്മുടെ ഭരണഘടനയിലെ അനുച്ഛേദം 44 അത് പറയുന്നുണ്ട്. പക്ഷേ BJP അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത പൊസിഷൻ മാറ്റുകയാണ്. ഏക സിവിൽ കോഡ് ഇപ്പം ഇവിടെ എന്താ ധാരണയെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊക്കെ നമ്മൾ ആ പൊസിഷൻ മാറ്റുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഏക സിവിൽ കോഡ് എതിർക്കുന്നത്? കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ നമ്മൾ നേരത്തെ പല ഘട്ടങ്ങളിലും എടുക്കുന്നൊരു രീതി എന്ന് പറയുന്നത് അപരവൽക്കരണമാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം മുസ്ലിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുക, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു വെക്കുക, അവരെ അതിൽ നിന്ന് ഈ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഏക സിവിൽ കോഡ് എന്നൊരു ആശയം മുന്നോട്ട് വെക്കുക. ഇതായിരുന്നു രവിചന്ദ്രൻ അടക്കമുള്ള അവരുടെ രീതി. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2023 ജൂൺ 27 പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അദ്ദേഹമാണ് പറയുന്നത്
BJPയുടെ ഒരു സമ്മേളനത്തിൽ മധ്യപ്രദേശിൽ പ്രസംഗിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മുത്തലാഖ് ഞങ്ങൾ നിരോധിച്ചു, മുസ്ലിം സ്ത്രീകളെ രക്ഷപ്പെടുത്തി, ഞങ്ങൾ ഏക സിവിൽ കോഡ് കൊണ്ട് അവരെ വീണ്ടും രക്ഷപ്പെടുത്താൻ പോവുകയാണ്. ഈ പോയിന്റിൽ പിടിച്ചായിരുന്നു എൻ്റെ മറുപടി. അത് വലിയ തോതിൽ എനിക്ക് തോന്നുന്നത് അവർ പറയുന്നതിനേക്കാൾ ഭംഗിയായി ആ സമയത്ത് എനിക്ക് പറയാൻ കഴിഞ്ഞതുകൊണ്ട് വലിയ പരിക്കില്ലാതെ സമ്മേളനത്തിൽ വന്നു. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളെയും മതത്തിൻ്റെ പേരിൽ കൊണ്ടുകെട്ടുകയും അത് ഇസ്ലാമാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന രീതിയാണ് രവിചന്ദ്രനും എസൻസും പല കാര്യങ്ങളും എടുക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പല ഘട്ടങ്ങളിൽ പറഞ്ഞതുപോലെ ഒരാളുടെ സ്കൂട്ടറിൻ്റെ പിറകിൽ ഒരു പട്ടിയോ നായോ കെട്ടി അതിനെ വലിച്ചു കൊണ്ടുപോയിട്ട് ആ പട്ടിയോ നായോ മരിക്കാൻ കാരണം നമുക്കെല്ലാം ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ്. നമ്മൾ മനുഷ്യൻ എന്ന നിലയിൽ അത് അനുവദിക്കാൻ കഴിയാത്ത കാര്യമാണ്. അത് ഇസ്ലാമാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു വെക്കുക. ഇപ്പോൾ ഇന്നലെ ഒരു ആദിവാസി മനുഷ്യനെ 4 പേർ ചേർന്ന് കാറിൻ്റെ ഡോറിന് കൈ കാണിച്ചിട്ട് വയനാട്ടിൽ നിന്ന് വലിച്ചുകൊണ്ടിരുന്ന സംഭവം ഉണ്ടായിരുന്നു. അതിലും ഇവരുടെ പല വേദികളിലും പങ്കെടുത്ത ഒരു ഹിന്ദുത്വ നേതാവ് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്. സത്യത്തിൽ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധു അതിനില്ല. ആ പ്രതികളാക്കപ്പെട്ട പേരിൽ 4 പേരിൽ ഒരാളാണ് തോന്നുന്നു മുസ്ലിം, 2 പേര് മുസ്ലിം. അപ്പോൾ എന്ത് ക്രൈം നടന്നാലും എന്ത് കുറ്റകൃത്യം നടന്നാലും അത് ഇസ്ലാമിൻ്റെ പേരിലേക്ക് ചേരുന്ന ഒരു രീതി വ്യാപകമായി വരികയാണ്. ഇത് അപകടം പിടിച്ചൊരു കാര്യമാണ്. ക്രൈം നടന്നാൽ ആ ക്രൈമിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്, ആ ക്രൈം ചെയ്ത ആളെയാണ് ശിക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു സമുദായത്തെ അല്ല. ഇപ്പം ജർമ്മനിയിൽ ഒരു മാർക്കറ്റിലേക്ക് ഒരു സൗദി പൗരൻ കാറ് കയറ്റി 2 പേര് മരിച്ചു, 10-60 പേർക്ക് പരിക്ക് പറ്റിയെന്നൊരു വാർത്ത വന്നു ജർമ്മനിലൊരു ക്രിസ്മസ് മാർക്കറ്റിൽ. ഉടനെ അത് ഇസ്ലാമിൻ്റെ പരിക്കങ്ങ് വെക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, എൻ്റെ അറിവ് പരിമിതമാണെങ്കിൽ ക്ഷമിക്കണം, മനസ്സിലാക്കിയെടുത്തോളം അയാൾ ഇസ്ലാം വിട്ട ഒരാളാണ്. ഇപ്പം അയാൾ എത്രയോ നാളായി ഇസ്ലാം വിട്ടിട്ട്. ഇപ്പം അബ്ദുൽ ഖാദർ പഴയങ്ങാടി ഒരു കുറ്റകൃത്യം ചെയ്താൽ ഇസ്ലാമിൻ്റെ പരിക്ക് വെക്കാൻ പറ്റുമോ? നമ്മൾ ആലോചിച്ച് നോക്ക്. ആരിഫ് ഹുസൈൻ ഇതുപോലൊരു കുറ്റം ചെയ്താൽ ആരിഫ് ഹുസൈൻ മുസ്ലിം പേരായതുകൊണ്ട് ഇസ്ലാമിൻ്റെ പരിക്ക് വെക്കാൻ പറ്റുമോ? നമ്മൾ ഈ ഒരു രീതിയിലേക്ക് ഈ എസൻസ് ഗ്ലോബലിൻ്റെയും രവിചന്ദ്രൻ്റെയും കൂടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും എന്ത് കുറ്റകൃത്യം ചെയ്താലും ആ കുറ്റകൃത്യം ചെയ്ത ആളുടെ പേര് ഇസ്ലാമിൻ്റെ പേരാകുകയാണ്, മുസ്ലിം പേരാകുകയാണ്, അറബി നാമമാണ്, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ അറബി നാമമാവുകയാണെങ്കിൽ അതിൻ്റെ കാരണം, മൂല കാരണം ഇസ്ലാമാണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു തിയറി വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. എന്നാൽ കുറ്റകൃത്യം നടത്തുന്നത് സംഘപരിവാറുകാരനാണെങ്കിൽ, ഹിന്ദുത്വ രാഷ്ട്രവാദിയാണെങ്കിൽ അതിൻ്റെ കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തിൻ്റെ വേര് ഒരിക്കലും സംഘപരിവാറിലേക്ക് പോകാൻ അവർ അനുവദിക്കാറില്ല, അങ്ങനെ ചർച്ച പോലും നടത്താറില്ല. ഇത് വ്യാപകമായി നടക്കുന്ന ഒരു രീതിയാണ്. ഈ രീതി അപകടം പിടിച്ചതാണ്. ഇതാണ് പിന്നെ ഇവർക്ക് കിട്ടുന്നൊരു വലിയ സ്വീകാര്യതയുണ്ട്. നമ്മുടെ പൊതുവെ സൊസൈറ്റിയിൽ വ്യാപകമായ രീതിയിൽ മനുഷ്യനെ ചൂഷണത്തിന് വിധേയമാക്കുന്ന രീതി മതങ്ങളാണ്, എല്ലാ മതങ്ങളും. ഇപ്പം എല്ലാ ദിവസവും നമ്മൾ ഇതിനെ പ്രസംഗിച്ചാലും മനുഷ്യനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൃത്യമായി സമൂഹത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതി വിശ്വാസവും മതവിശ്വാസം പ്രത്യേകിച്ച് എല്ലാ മതങ്ങളിലുണ്ട്. ഹിന്ദു മതത്തിലുണ്ട്, ക്രിസ്ത്യൻ മതത്തിലുണ്ട്, ഇസ്ലാം മതത്തിലുണ്ട്. ഈ മതങ്ങളുടെയൊക്കെ മതക്കച്ചവടക്കാർ സോക്കോൾഡ്, ഈ മതക്കച്ചവടക്കാരുടെ വ്യാപകമായ ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു സമൂഹമായി നമ്മൾ നിലനിൽക്കുന്നതുകൊണ്ട് ഈ ചൂഷണങ്ങൾക്കെതിരെ നിലനിൽക്കുന്നൊരു മനോഭാവം പുതിയ തലമുറയിൽ വ്യാപകമായി വളർന്നു വരുന്നുണ്ട്. എല്ലാവർക്കും ഒരു ധിക്കാരിയുടെ മനസ്സ് എല്ലാ മനുഷ്യരുടെ ഉള്ളിലേക്കും ചെറിയ ചെറിയ തോതിൽ വളർന്നു വരുന്നുണ്ട്. ഇങ്ങനെ വരുന്ന മനസ്സുകളുള്ള ചെറുപ്പക്കാരെ കൃത്യമായി ചാനലൈസ് ചെയ്ത് നേരത്തെ ആദർശ് സൂചിപ്പിച്ചതുപോലെ ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ എങ്ങനെ കഴിയുമെന്നതിൻ്റെ പരീക്ഷണമാണ് എസൻസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ കൃത്യമായി മതവിരുദ്ധം പറയുന്നുണ്ട്, ദൈവവിരുദ്ധം പറയുന്നുണ്ട്, ഒരു പരിധിവരെ ഇസ്ലാം വിരുദ്ധതയും പറയുന്നുണ്ട്. ഇസ്ലാം വിരുദ്ധതയേക്കാൾ മുസ്ലിം വിരുദ്ധതയും പറയുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിൽ നന്നായി വിറ്റുപോകുന്ന ഒരു ചരക്കാണ് ഇസ്ലാമിക വിരുദ്ധത, മുസ്ലിം വിരുദ്ധത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എൻകാഷ് ചെയ്യാനുള്ള രീതികൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഈ മുസ്ലിം വിരുദ്ധത കച്ചവടം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിന് ശക്തമായ പിന്തുണ എങ്ങനെ സമൂഹത്തിൽ ഇസ്ലാമിക വിരുദ്ധത വളർത്തിയാൽ നടപ്പാക്കാൻ കഴിയുമെന്നതിൻ്റെ കൃത്യമായ പിന്തുണയാണ് ഹിന്ദുത്വ രാഷ്ട്രീയം നൽകുന്നത്. ഈ എസൻസിൻ്റെ വേദിയിൽ പങ്കെടുത്ത ആൾ ഇപ്പം കുറച്ച് നേരം ആ വാര്യർ, എന്ത് വാര്യർ അയാളുടെ പേര്, അല്ല ഇപ്പോൾ ഒരു വാര്യർ ഉണ്ടായിരുന്നില്ലേ ഇവരെ കോഴിക്കോട് സമ്മേളനം, സന്ദീപ് വാര്യർ. അദ്ദേഹം ഇപ്പം കോൺഗ്രസിൻ്റെ നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് വളരെ വാചാലമായി പ്രസംഗിക്കുന്നത് നല്ല കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം മുസ്ലിങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും മുസ്ലിങ്ങളുടെ സഹിഷ്ണുതയെക്കുറിച്ചൊക്കെ പ്രബന്ധം എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, നല്ല കാര്യമാണ്.
അത് ഞാൻ ശ്ലാഘിക്കുന്നു. ഇനിയിപ്പം ഈ ബാബുവിനെ പോലെ ആൾ എപ്പോഴാണ് കോൺഗ്രസിലേക്ക് ചേർന്നാൽ ഈ മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നടക്കട്ടെ. പക്ഷേ ഇവരെ പോലുള്ള ആൾക്കാർ എല്ലാ കാലത്തും അപരമത വിദ്വേഷമില്ല, ഇസ്ലാം മത വിദ്വേഷം മാത്രം കൊണ്ടുനടന്ന് ജീവിച്ചവരാണ്. എനിക്കും ഇസ്ലാമിലെ പല കാര്യങ്ങളും വിമർശനമില്ല ആളാണ്. പക്ഷെ ഞാൻ ഇസ്ലാം വിട്ടയാളോ യുക്തിവാദിയോ ഒന്നുമല്ല. ഇസ്ലാമിലെ പല കാര്യങ്ങളും വിയോജിപ്പുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് നിൽക്കാൻ ശക്തമായി നിലപാടെടുക്കുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ മോഡറേറ്റർ ചോദിച്ചതുപോലെ ഒരു നാസ്തിക മുസ്ലിം സാധ്യമാണോ? അടിസ്ഥാനപരമായി നാസ്തിക മുസ്ലിം സാധ്യമാണെന്ന് ചോദിച്ചാൽ മുസ്ലിം എന്ന വാക്കിൻ്റെ അർത്ഥം ഒബീഡിയൻറ്റ്, അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിക്കുകയും അള്ളാഹു പറഞ്ഞത് അനുസരിക്കുകയും ചെയ്യുന്നയാളാണ് മുസ്ലിം. പക്ഷേ സാംസ്കാരിക മുസ്ലിം സാധ്യമാണ്. ഒരു കൾച്ചറൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഉപ്പ മുസ്ലിമാണ്, എൻ്റെ ഉമ്മ മുസ്ലിമാണ്, എൻ്റെ ഉപ്പാരെ ഉമ്മ മുസ്ലിമാണ്, എൻ്റെ ഉമ്മയുടെ ഉമ്മയും ഉമ്മയുടെ ഉപ്പയും മുസ്ലിമാണ്, അവരുടെ തലമുറ മുമ്പത്തെ തലമുറ മുസ്ലിം. എനിക്കൊരു 5 തലമുറയ്ക്ക് ഇപ്പുറത്ത് മുസ്ലിങ്ങളാണ് എൻ്റെ വംശപാരമ്പര്യം പരിശോധിച്ച് നോക്കിയാൽ. തീർച്ചയായും ആ പാരമ്പര്യത്തിൽ കിട്ടിയ ഒരുപാട് നന്മകൾ എന്നിലുണ്ട്. ആ നന്മകൾ അടുത്ത തലമുറയിലേക്ക് പകർന്ന് എനിക്കൊരു വിരോധവും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഒരു സാംസ്കാരിക മുസ്ലിം എന്നൊരു ഐഡൻറ്റിറ്റി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ 5 നേരം നിസ്കരിച്ചാലും, നിങ്ങൾ റമദാൻ മാസം നോമ്പ് മാറ്റാലും, നിങ്ങൾ ഹജ്ജ് ചെയ്തില്ലെങ്കിലും, സക്കാത്ത് കൊടുത്തില്ലെങ്കിലും, നിങ്ങൾ അതുപോലെ തന്നെ ഷഹാദത്ത് കൽമ വിശ്വസിച്ചില്ലെങ്കിലും പരമ്പരാഗതമായി നിങ്ങൾക്കൊരു മുസ്ലിം സംസ്കാരം പടർന്നു കിട്ടുമ്പോൾ ആ സംസ്കാരം നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ അതിനെതിരെ കൊഞ്ഞനം കാട്ടേണ്ട ഒരു സാമൂഹ്യ സാഹചര്യം ഇന്ന് നിലവിലില്ല. മാത്രവുമല്ല, അത്തരം കൊഞ്ഞനം കുത്തലുകൾ നിങ്ങൾ ഫാസിസ്റ്റുകൾക്ക് വളമുണ്ടാക്കി കൊടുക്കുന്നൊരു സാഹചര്യമാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. നമ്മൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് പറയുന്നത്, നമ്മളിപ്പം ലോകത്ത് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന എല്ലാ സ്ഥലങ്ങളും മതാധികാരമുള്ളവരും ഫാസിസ്റ്റുകളും മാത്രമാണ്. ഏത് തരത്തിലെ ഫാസിസം ആവാം. സോഷ്യലിസ്റ്റ്, നേരത്തെ കെ വേണുവിനെ പോലുള്ളവർ സോഷ്യലിസ്റ്റ് റഷ്യയെക്കുറിച്ച് ഇതേ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഏത് തരത്തിലുള്ള ഒ വി വിജയൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഏത് തരത്തിലുള്ള സർവാധിപത്യം വന്നാലും മനുഷ്യാവകാശങ്ങൾക്ക് കൂച്ചുവിലങ്ങിടും. മനുഷ്യാവകാശങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാതെ മനുഷ്യാവകാശങ്ങൾക്ക് ഉയർന്ന ബോധം നൽകുന്ന ഒരു സാംസ്കാരിക പരിസരം നമ്മൾ ഉയർത്തി വരണമെങ്കിൽ എല്ലാ സമൂഹവും വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി മാറണം. അതാണ് ഡോക്ടർ അംബേദ്കർ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും ഉയർന്ന മൂല്യം. ഈ ഇന്ത്യൻ ഭരണഘടന എത്രമാത്രം ഈ നവനാസ്തികർ ഉൾക്കൊള്ളുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മൂല്യങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് പല ഘട്ടങ്ങളിലും രവിചന്ദ്രൻ അടക്കമുള്ളവരുടെ പ്രസംഗങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ ഭരണഘടന ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ ശബ്ദത്തിന് പോലും കാത് കൊടുക്കുന്ന അണിച്ഛേദങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന. ന്യൂനപക്ഷാവകാശം എന്താ? ന്യൂനപക്ഷാവകാശം എന്ന് പറയുന്ന ഒരു അവകാശം ഭരണഘടനയുടെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്താനുള്ള കാരണം അത് ഏറ്റവും ഫണ്ടമെൻ്റലായ മനുഷ്യാവകാശങ്ങൾ പെടുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരാൾ മുസ്ലിമായി ജനിച്ചാൽ അയാൾക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്നത് കൊണ്ട് തന്നെ അത് നിഷേധിക്കാൻ ഒരു നാസ്തികനും അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക മുസ്ലിമായി, നേരത്തെ ജാവേദ് അഖ്തറൊക്കെ സൂചിപ്പിച്ചതുപോലെ നാസ്തിക മുസ്ലിം എന്നതിൻ്റെ മറ്റൊരു വേർഷനാണ് ഞാൻ പറയുന്നത് സാംസ്കാരിക മുസ്ലിം. ഒരു കൾച്ചറൽ ഐഡൻറ്റിറ്റി എന്ന നിലയിൽ എനിക്ക് ആ ഇസ്ലാമിൻ്റെ പേര് സ്വീകരിക്കാൻ കഴിയും. ഇസ്ലാം സംസ്കാരം ഈ രാജ്യത്ത് നൽകിയ സംഭാവന നിഷേധിക്കാൻ കഴിയുന്നതാണോ? ഇന്ത്യയിലെ സംസ്കാരത്തിൽ നിന്ന്, ഇസ്ലാമിക സംസ്കാരത്തിന് ഇന്ത്യ മാറ്റി നിർത്തി ഇന്ത്യയിൽ എന്ത് ബാക്കിയുണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യൻ്റെ പരമ്പരാഗത ഒരു 2000-3000 വർഷത്തെ പാരമ്പര്യം ഒന്നും ഇസ്ലാമിനില്ലെങ്കിലും 1500 വർഷത്തെ ശേഷമാണ് ഇസ്ലാം ലോകത്ത് സംഭാവന നൽകുന്നതെങ്കിലും ഇന്ത്യൻ സംസ്കാരത്തിന്, ഇന്ത്യൻ ആർക്കിടെക്ചറിന്, ഇന്ത്യൻ സാഹിത്യത്തിന്, അന്നത്തെ ഇന്ത്യൻ സാഹിത്യം ലോക സാഹിത്യത്തിന് പരിചയപ്പെടുത്തുന്നതിന് ഒക്കെ ഗണ്യമായ സംഭാവന നൽകിയ ഒരു സാംസ്കാരിക പാരമ്പര്യം ഇസ്ലാമിക സംസ്കാരത്തിനുണ്ട്, മുസ്ലിം സംസ്കാരത്തിനുണ്ട്. ആ സംസ്കാരം കൂടി ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടനാ മൂല്യങ്ങളെ നിരാകരിക്കുന്ന ഏത് പ്രവണതയും ശക്തമായി എതിർക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തായിട്ട് ഞാൻ ആദർശിലേക്ക് പോകണം. ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ചോദ്യം ഇതിനകത്തുനിന്ന് എടുത്തുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നതാണ്. അതായത് ഈ ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു നാസ്തിക വലതുപക്ഷം എന്ന് പറയുന്നതും ഗ്ലോബലി ഉള്ള ഒരു വലതുപക്ഷം എന്ന് പറയുന്നതും തമ്മിലുള്ള പ്രധാന താരതമ്യങ്ങൾ അല്ലെങ്കിൽ പ്രധാന സാദൃശ്യങ്ങൾ എന്തായിട്ടാണ് തോന്നുന്നത്?
ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ ദുർബല വിഭാഗങ്ങളോ അല്ലെങ്കിൽ അപരവൽക്കരിക്കപ്പെടുകയോ ചെയ്യുന്ന വിഭാഗങ്ങളുടെ അവകാശങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ള കാര്യത്തിൽ ഇവർ രണ്ടുപേർക്കും ഏതാണ്ട് ഒരേ നിലപാടാണ്. രണ്ടാമത്തത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നാസ്തികത എന്ന് പറയുന്നതാണോ ഇതിൻ്റെ ഒരു അവസാനമായിട്ട് വരേണ്ടത്, അതോ ഈ പറയുന്ന കാരണം ഈ ചോദ്യം ചോദിക്കാനുള്ള കാരണം പലപ്പോഴും പറയണത് ഞങ്ങൾ ഇടതുമല്ല വലതുമല്ല, ഞങ്ങളൊരു മധ്യപക്ഷമാണ് എന്നാണ് പറയുന്നത്. അതായത് ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടതും വലതും ഒന്നുമല്ല, ഞങ്ങൾ മധ്യപക്ഷമാണ്. ഇത് പറഞ്ഞ ആകെ കേട്ടിട്ടുള്ളത് രാഹുൽ ഈശ്വർ മാത്രമാണ് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഒരു പൊളിറ്റിക്കൽ ലീനിങ് അതിൻ്റെ ആ ഒരു യുക്തിവാദികളുടെ അല്ലെ സ്വാതന്ത്ര്യതകരുടെ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഒരു ഗ്ലോബൽ ലെവലിൽ കൂടി അതിനെ ഒന്ന് കാണാൻ ശ്രമിക്കണമെന്ന് വിചാരിക്കുന്നു. ആ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ തീർച്ചയായിട്ടും സാദൃശ്യങ്ങൾ അനവധിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫെമോ നാഷണലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പറഞ്ഞു വയ്ക്കുന്ന ഇത്രത്തോളമേ ഉള്ളൂ. അതായത് ഫെമിനിസം ഒക്കെ പോലെയുള്ള പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിലേക്ക് പിന്തിരിപ്പൻ കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം യൂറോപ്പിലേക്ക് ഈ ബ്ലാക്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ നോൺ യൂറോപ്യൻസ് ആയിട്ടുള്ളവർ കടന്നു വരുന്ന സമയങ്ങളിൽ ഇവർ പൊതുവെ സ്ത്രീവിരുദ്ധരാണെന്നും ഇവർ വരുന്നത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് മോശം ചെയ്യുന്നും സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെടാനും മറ്റുമൊക്കെ ഇത് കാരണമാകുമെന്നും പറഞ്ഞ് അങ്ങനെ ഫെമിനിസം പോലെയുള്ള പുരോഗമന ആശയങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ദേശീയവാദ അല്ലെങ്കിൽ വലതുപക്ഷ റിഗ്രസീവ് ചിന്താഗതി സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എക്സാക്ട് അതിൻ്റെ അതേ കോപ്പിയാണ് ഇവിടെ കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഗ്ലോബലി ആണെങ്കിലും നിയോ ഏത്തിസം എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചാൽ മനസ്സിലാവും. ഇപ്പം സാധാരണ ഒരാൾ റിഗ്രസീവായിട്ടുള്ള ഒരാൾ ഒരു സബാൾട്ടൻ സെക്ഷനിലുള്ള ഒരാളെ കളിയാക്കണമെങ്കിൽ വിമർശിക്കണമെങ്കിൽ വേണമെങ്കിൽ അവൻ്റെ ജാതിപ്പേര് വിളിച്ച് കളിയാക്കും, അല്ലെങ്കിൽ അവൻ്റെ വർണ്ണം പറഞ്ഞ് അവനെ കളിയാക്കും, അല്ലെങ്കിൽ അവനെ ബോഡി ഷെയിം ചെയ്യും. പക്ഷെ അതേസമയം ഒരു നിയോ എത്തിസ്റ്റോ അല്ലെങ്കിൽ അത്യാവശ്യം ഇത്തരത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളോ ആണെന്നുണ്ടെങ്കിൽ അവരത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആക്കിയിട്ട് ഇത്തരത്തിൽ പുരോഗമന ആശയങ്ങളെ വേണമെങ്കിൽ ഭരണഘടനയെ തന്നെ ഈ വകുപ്പിൽ ഇത് പറയുന്നുണ്ടല്ലോ അതിനെതിരാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിർക്കും. ഈ ശ്രീജിത്ത് പണിക്കരൊക്കെ സത്യം പറഞ്ഞാൽ അതാണ് ചെയ്യുന്നത്. ഒരു പരിധി വരെ അയാൾ ഞാൻ സംഖ്യയല്ല പക്ഷേ എന്ന് പറഞ്ഞു വന്നിരുന്ന് ചെയ്യുന്നു. രവിചന്ദ്രൻ സാറും വേറെ രീതിയിൽ അത് തന്നെ ചെയ്യുന്നു. ഇവരൊക്കെ അൾട്ടിമേറ്റ്ലി വേറെ രീതിയിലാണ് ചെയ്യുന്നത്. ശ്രീജിത്ത് പണിക്കർ പിന്നെ സ്വയം വിശ്വാസിയാണെന്ന് പറയുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സെൻട്രിസ്റ്റ് പൊസിഷൻ്റെ കാര്യം പറയുകയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്ന സെൻട്രിസ്റ്റ് പൊസിഷൻ എന്നുള്ളൊരു സെൻട്രിസ്റ്റ് പൊസിഷൻ ഉണ്ട്, സത്യമാണ്. സെൻട്രിസ്റ്റ് പൊസിഷൻ ഉണ്ട്, ലെഫ്റ്റും റൈറ്റും മാത്രമല്ല, ഇതിലൊന്നും പെടാത്ത ആൾക്കാരും ഉണ്ടാവും, ചിലപ്പോൾ അപ്പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അവരെല്ലാം ഇതിനെ കൂട്ടിക്കെട്ടി ഇവിടെ ഗാന്ധിയുടെ തലയിലൊക്കെയാണ് ഇതിനെ കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്നത്. ഗാന്ധി സെൻട്രിസ്റ്റ് ആയിരുന്നു എന്ന് പറയുമ്പോഴും ഗാന്ധി ഒരിക്കലും ആൻറ്റി ഹ്യൂമനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൻറ്റി പ്രോഗ്രസീവോ എന്നൊന്നും നമുക്ക് തീർത്തും അടച്ചാക്ഷേപിച്ച് പറയാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല. ഗാന്ധി ഉള്ളത് കൊണ്ട് കൂടിയാണ് ഈ രാജ്യം ഇന്ന് ഈ രാജ്യമായി നിലനിൽക്കുന്നത്. ഈ രാജ്യത്ത് അതായത് ഞാൻ മതങ്ങളെ മനസ്സിലാക്കുന്നത് ബേസിക് ആയിട്ട് മതത്തിൻ്റെ ഒരു എവല്യൂഷനെ മനസ്സിലാക്കുന്നത് 3 സ്റ്റേജസ് ഇതിനുണ്ടെന്നുള്ളതാണ്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആദ്യത്തെ സ്റ്റേജിൽ മതങ്ങൾക്ക് കഠിനമായ മേധാവിത്വം അല്ലെങ്കിൽ ശക്തമായ മേധാവിത്വം മതങ്ങൾ വെച്ച് പുലർത്തുന്ന സൊസൈറ്റീസ് ആയിരിക്കും ഒരുപക്ഷെ ഒരുവിധപ്പെട്ട എല്ലാ സൊസൈറ്റീസും. ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിൽ ഈ പല മതങ്ങൾ തമ്മിൽ സഹവസിക്കാനും ഇത് ഇടചേർന്ന് മുന്നോട്ട് പോകാനും ശ്രമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതങ്ങൾക്കിടയിൽ ഒരു സൗഹാർദ്ദവും സാഹോദര്യവും ഒക്കെ വരുന്നൊരു സ്റ്റേജാണ് രണ്ടാമത്തെ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജിൽ മാത്രമേ മതങ്ങൾക്കുള്ള പ്രാധാന്യം സമൂഹത്തിൽ കുറയുകയും കുറച്ചും കൂടി ഇൻഡിവിജ്വലിസ്റ്റിക് ആയി അല്ലെങ്കിൽ സെക്യുലറായി മതങ്ങൾ അവനവൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് ഒന്നിൽ ചുരുങ്ങി അല്ലെങ്കിൽ എത്തിസ്റ്റിക് ലൈനിലേക്ക് സമൂഹം മാറുകയൊക്കെ ചെയ്യുന്നത്. ഇതിൽ ഈ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് മതങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യം ബിൽഡ് ചെയ്തെടുക്കുന്നതിൽ ഗാന്ധി ഇന്ത്യയിൽ വഹിച്ച പങ്ക് വലുതാണ്. അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്താൽ പോകാനും കഴിയില്ല. പക്ഷെ അതിനെ രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കരോ ഒക്കെ പറയുന്ന സെൻട്രിസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് അതൊരു ഫേക്ക് പൊസിഷൻ ആയതുകൊണ്ടാണ് പ്രശ്നം. എവർ സെൻറ്റർ എന്ന് പറഞ്ഞ് വാദിക്കുന്നത് ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ ബ്രാഹ്മണ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ് രാഹുൽ ഈശ്വർ ആണെങ്കിലും ശ്രീജിത്ത് പണിക്കരാണെങ്കിലും. ഈവൻ പലപ്പോഴും അതിനെ റാഷണലി എങ്ങനെ ബ്രാഹ്മണ്യത്തിന് വേണ്ടി അനുകൂലമാക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് സി രവിചന്ദ്രനെ പോലുള്ളവർ. ഞാൻ ഈ ആൾക്കാരുടെ പേരുദ്ധരിച്ച് പൊതുവേ സംസാരിച്ച് അവരെ പേഴ്സണലി ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കാൻ പലപ്പോഴും താല്പര്യപ്പെടുന്നില്ലെങ്കിൽ കൂടി ഈ ചില കാര്യങ്ങളിൽ അവരെ പേരെടുത്ത് പറയേണ്ടി വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഹിന്ദുത്വയെ വിമർശിക്കേണ്ട സമയങ്ങളിൽ പലപ്പോഴും നിങ്ങൾക്ക് ഗോഡ്സെയുടെയോ സവർക്കറിൻ്റെ പേര് പറഞ്ഞ് വിമർശിച്ച് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് കൂടിയാണ് പലതും ഇവരുടെ ഒറിജിനൽ കണ്ടന്റ് ആയിട്ടാണ് പുറത്ത് വരുന്നത്. ഇപ്പോൾ രവിചന്ദ്രൻ്റെ പേര് പറയാതെ എന്തായാലും കേരളത്തിലെ നിയോ എത്തിസത്തെ പറ്റി സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. അദ്ദേഹം അതിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടാവുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൽ മാറി നിൽക്കുമ്പോൾ അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കോഡ്സ് തന്നെ നമുക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് ആൾക്കാരിലേക്ക് കൺവിൻസിങ് ആയ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും അല്ല ലോകത്താണെങ്കിലും ഇതിന് ഒരു അനുകൂല സാഹചര്യം വരുന്നത് വലതുപക്ഷം രണ്ടിടങ്ങളിലും ഒരേ സമയത്ത് ശക്തി ആർജിച്ചു എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. ഇപ്പം അമേരിക്കയിൽ ട്രംപിൻ്റെ കേസ് എടുത്തു നോക്കുക, അല്ലെങ്കിൽ മറ്റ് പല സ്ഥലങ്ങളിലും വലതുപക്ഷം എങ്ങനെയാണ് ശക്തി ആർജിച്ച് വന്നതെന്ന് നോക്കുക. സമാനമായ രീതിയിൽ 2014 ഇന്ത്യയിൽ ഹിന്ദുത്വയ്ക്ക് അടിവേരുണ്ടാകുന്നു. അതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന ഒരു
സെൻറ്റർ ലെഫ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു വേദി എന്നുള്ളത് മാറിയിട്ട് റൈറ്റ് വിങ്ങിന് കുറച്ചും കൂടി അപ്രമാദിത്വമുള്ള ഒരു വേദി വരുന്നു എന്നുള്ളതാണ്. ഈ വേദിയെ പലരും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് ഈ കേരളത്തിലെ നവനാസ്തിക ഗ്രൂപ്പുകളിലും ശക്തമായ രീതിയിൽ പ്രകടമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കി, ഇപ്പം ശബരിമല സ്ത്രീ പ്രവേശനത്തെ സി രവിചന്ദ്രൻ അനുകൂലിക്കും. കാരണം അത് കേരളത്തിലെ RSSന്റെ പോളിസി അതല്ലെങ്കിലും ഇന്ത്യയിലെ RSSന്റെ പോളിസി അതല്ലെന്നുണ്ടെങ്കിലും ഗ്രേറ്റർ ക്യാപിറ്റലിസ്റ്റിക് ലൈനിൽ ആലോചിക്കുമ്പോൾ അത് ലാഭമാണ് എന്നുള്ളത് കൊണ്ട് അത് അനുകൂലിക്കും. എന്നിട്ട് ഇത് ജയിക്കുമ്പോൾ തോക്കുന്ന യുദ്ധമാണ് എന്നൊക്കെ പറയും. നാസ്തികതയ്ക്ക് ഒരുപക്ഷെ ഇത് അൾട്ടിമേറ്റ്ലി പ്രശ്നമായി വരുമെന്നൊക്കെ മനസ്സിലാക്കാം. നമ്മൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി, അതായത് നാസ്തികത എന്നുള്ള വാക്ക് ഇതിനോട് കൂട്ടിച്ചേർക്കുന്ന പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നത്. നാസ്തികത എന്നുള്ളൊരു വിശുദ്ധ പദമല്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിബഡി ക്യാൻ ബി ആൻ എത്തിസ്റ്റ്, അതിനകത്തൊരു പ്രശ്നമില്ല. എത്തിസ്റ്റുകളുടെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ റാഷണൽ ആവണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭരണഘടനാ മൂല്യങ്ങൾ ഉണ്ടാവണമെന്നോ അതുകൊണ്ട് നിങ്ങൾക്ക് സയന്റിഫിക് ടെമ്പർ ആവണമെന്നൊന്നുമില്ല. ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിനെ നിങ്ങൾ നിരാകരിച്ചാൽ മതിയാകും. അത് ചെയ്യുന്ന ഒരാൾക്കും ഏതൊരാൾക്കും സ്വയം എത്തിസ്റ്റ് ആണ് എന്ന് ക്ലെയിം ചെയ്യാം. പക്ഷെ അതിൽ വലിയ കാര്യമില്ല. ഇപ്പോൾ കിം ജോങ് ഉൻ എത്തിസ്റ്റ് ആയിരിക്കാം, പക്ഷെ അയാൾ സമൂഹത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സവർക്കർ എത്തിസ്റ്റ് ആയിരിക്കാം, അയാൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. സോ എത്തിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരാൾ നല്ല മനുഷ്യനായി മാറില്ല, അല്ലെങ്കിൽ ഒരാൾ മോശം മനുഷ്യനായി മാറില്ല. ആ എത്തിസ്റ്റിക് സ്പേസിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി വാദിക്കുന്നു, എന്തിനു വേണ്ടി സംസാരിക്കുന്നു, ആർക്കൊപ്പം നിലകൊള്ളുന്നു എന്നുള്ളവരാണ്. സോ അതിൽ ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലും കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്, സബാൾട്ടേൺ ജനവിഭാഗങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഏത് ഘട്ടത്തിലും ആരാണോ ക്രൂശിക്കപ്പെടുന്നത് ആ ക്രൂശിക്കപ്പെടുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നമ്മൾ ഹിജാബ് നിരോധനം വരുന്ന സമയത്ത് ഹിജാബിന് അനുകൂലമായ സ്റ്റാൻസ് എടുക്കുന്നതും അതേസമയം ഇറാനിൽ ഹിജാബ് ധരിക്കാത്തത് പ്രശ്നമാകുമ്പോൾ അതിനെ നമ്മൾ എതിർക്കുകയും ചെയ്യുന്നത്. രണ്ടിടത്തും എല്ലായിടത്തും ഒരേപോലത്തെ സ്റ്റാൻസ് എടുക്കാൻ പറ്റില്ല. നേരത്തെ ഇവിടെ ഷുക്കൂർ വക്കീൽ പറഞ്ഞതുപോലെയാണ്, ഇപ്പം യൂണിഫോം സിവിൽ കോഡ് നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ കൈയടിച്ച് സ്വീകരിച്ചേനെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അതൊരു സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. അതേസമയം നരേന്ദ്രമോദിയുടെ കാലത്താണ് യൂണിഫോം സിവിൽ കോഡ് വരുന്നത്. ഐ ആം കൺസേൺഡ് അബൌട്ട് ഇറ്റ്. കാരണം അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണ്. നമ്മളെപ്പോഴും എവരുടെ ബേസിക് ലോജിക് എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ എസൻസ് ഉൾപ്പെടെയുള്ള സംഘടനയുടെ ബേസിക് ലോജിക് എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യത്തിൻ്റെ മെറിറ്റ് മാത്രം അന്വേഷിച്ചാൽ പോരെ, അല്ലാതെ ആര് നടപ്പിലാക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടല്ലല്ലോ എന്നുള്ളത്. ഒരിക്കലും അല്ല സാർ. ആര് നടപ്പിലാക്കുന്നു, എന്തിനു വേണ്ടി നടപ്പിലാക്കുന്നു എന്ന് നോക്കിയിട്ട് മാത്രമേ ഏത് കാര്യത്തിനാണെങ്കിലും നമ്മൾ അനുകൂലിക്കുകയോ എതിർക്കുകയോ ചെയ്യാവൂ. നാളെ ബില്ലാദൻ വന്നിട്ട് എനിക്കിവിടെ സ്വാതന്ത്ര്യം നേടിത്തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ബില്ലാദിൻ്റെ സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് ഗാന്ധിയുടെ നെഹ്റുവിൻ്റെ സ്വാതന്ത്ര്യം മതി. അത്രത്തോളം ഇത് ആര് നടപ്പിലാക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യുമ്പോഴും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് അതിനെ നോക്കേണ്ടത്. ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളത്, ഇവരുടെ വാദങ്ങൾ പലപ്പോഴും കേവലമായി, അതായത് കേവല നാസ്തികത എന്നുള്ളത് ഇവിടെ വളരെ അപമാനിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ നാസ്തിക നിർണയവാദങ്ങളായി മാറുന്നുണ്ടോ? കാരണം എല്ലാത്തിനും നാസ്തികതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്നത് മതബോധം കൊണ്ടാണ്. കുറേ ആളുകൾ ഹോമിയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം മതവിശ്വാസികളായതുകൊണ്ടാണ്. അങ്ങനെ എന്ത് പറയുമ്പോഴും ഒരു മതവും ദൈവവും നാസ്തികതയും ആണ് എന്ന രീതിയിലുള്ള വാദങ്ങൾ ഉയർത്തുന്നത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയ ഫാക്ടറാണ്. ഇപ്പം അതായത് ഇതൊരു ടെംപ്ലേറ്റ് സൃഷ്ടിച്ചെടുക്കലാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു ഏതൊരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാനാണെങ്കിൽ ഒരു ടെംപ്ലേറ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റിലിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം മാർസിയം ഒരു കൈൻഡ് ഓഫ് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് മാർസിസം. കാരണം എന്ത് കിട്ടിയാലും ക്ലാസ് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു ടെംപ്ലേറ്റിലിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇവിടെ ഇപ്പം നിയോ നാസ്തികർ ചെയ്യുന്നതും അത് തന്നെയാണ്. ഒരു എന്ത് കിട്ടിയാലും ഒരു മതത്തിൻ്റെ ടെംപ്ലേറ്റിലിട്ട് നോക്കുമ്പോൾ ഇത് ഏതിനകത്താണ് മതത്തിനെതിരായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്, എന്നാൽ അങ്ങനെ അങ്ങ് പൊക്കോട്ടെ എന്നുള്ള ലൈനാണ് ഞാൻ പറഞ്ഞത്. മതങ്ങൾക്ക് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേസമയം തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളിൽ മതത്തിന് സമൂഹത്തിൽ നടത്തിയിട്ടുള്ള പല കോൺട്രിബ്യൂഷനുണ്ട്. ഇന്നത്തെ മോഡേൺ നേഷൻ സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രൂപപ്പെട്ട് വരുന്നതിൽ ഒരു കാലത്ത് മതം നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളെങ്കിലും സഹായകമായി വന്നിട്ടുണ്ട്. ഇപ്പം ലോകം ഫ്രഞ്ച് റവല്യൂഷനിൽ സാഹോദര്യത്തെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിൽ സാഹോദര്യത്തെ പറ്റി പറയുന്നുണ്ട്, അല്ലെങ്കിൽ സഹിഷ്ണുതയെ പറ്റി ഹിന്ദു മതത്തിൻ്റെ പല ഭാഗങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ട്. ബുദ്ധൻ ലോകത്തിന് മുമ്പിൽ എന്ത് വലിയ മാതൃകകളാണ് പലപ്പോഴും കാണിച്ചത്. നമ്മൾ മതത്തെ എതിർക്കുന്നത് അതിൻ്റെ ദോഷവശങ്ങൾ മുൻനിർത്തിയാണെങ്കിൽ കൂടി അതെല്ലാം മൊത്തത്തിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെച്ച് പോവുകയല്ല വേണ്ടത്. ഇവരെല്ലായിടത്തും ചെയ്യുന്നത് ഈ ടെംപ്ലേറ്റിനെ എടുത്തിട്ടുകൊണ്ട് ഇതിനെ ഒരു കേവല യുക്തിയുടെ അടിസ്ഥാനത്തിലേക്ക് പോകാനാണ് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റീരിയലിസം എന്നുള്ള കോൺസെപ്റ്റ് ഫിയർ ബാക്ക് ആണ് കൊണ്ടുവരുന്നത്. ഫിയർ ബാക്ക് ആണ് അതുവരെ ഹെഗൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡയലക്റ്റിക്കൽ സ്പിരിച്വലിസത്തിൻ്റെ സ്ഥാനത്തിൽ നിന്ന് സ്പിരിച്വലിസത്തെ എടുത്ത് മാറ്റിക്കൊണ്ട് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവരുന്നത്. മാർസ് പിന്നെ അതിനെ വീണ്ടും ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് ഹെഗലിനെയും അതോടൊപ്പം തന്നെ ഫിയർ ബാക്കിനെയും ചേർത്ത് വെച്ചുകൊണ്ട് പുതിയൊരു വിപ്ലവം അവിടെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് പിന്നീട് പല സമൂഹങ്ങൾ, ഗ്രാംഷി ആയാലും മറ്റു പലരായാലും ഇതിനെ മുന്നോട്ട് കൊണ്ടുവന്നുണ്ട്. ഇവർ ഈ പഴയ കാലഘട്ടത്തിൽ
അടിസ്ഥാനത്തിൽ സ്റ്റക്ക് ചെയ്യുന്നത് മെറ്റീരിയലിസത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് ചിലപ്പം യുക്തിയുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ കഴിഞ്ഞൊന്നുമില്ല. ഇപ്പം ഞാൻ പ്രണയത്തെ ഞാൻ യുക്തിയുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കാൻ കഴിഞ്ഞാൽ, നാസ്തികതയുടെ അല്ലെങ്കിൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രണയത്തെ അനുഭവിക്കാൻ നിൽക്കുന്ന സമയത്ത് അയ്യോ ഇതെൻ്റെ തലയിൽ കൂടെ ഡോപ്പമിൻ ഉണ്ടായിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണല്ലോ ഈ വികാരം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ നിമിഷത്തെ എൻ്റെ ഫീലിംഗ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റിലേക്ക് ഇതിനെ ചുരുക്കരുത്. ഈ ചുരുക്കുന്നതാണ് ഇതിൻ്റെ പ്രശ്നം. എവിടെയെങ്കിലും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു മറ്റേ പട്ടിയുടെ കേസിൽ, പട്ടിയെ കൊന്ന കേസിൽ തന്നെ ഈ പറഞ്ഞ പോലെ അത് മതത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർ എളുപ്പത്തിൽ വിശ്വസിക്കും എന്നുള്ളത് കൊണ്ട് ഇത് വളരെ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ ഒരു ടെംപ്ലേറ്റിലേക്ക് ആര് ചുരുങ്ങിയാലും, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ചുരുങ്ങിയാലും അതൊരു വലിയ പ്രശ്നമാണ്. അതിനേക്കാൾ ഉപരി അതിനെ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതെന്നാണ് എനിക്ക്. ഞാൻ ജയശ്രീയിലേക്ക് വരികയാണ്. എനിക്ക് ജയശ്രീയോട് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, അതായത് ഇവിടുത്തെ എല്ലാ നാസ്തിക അല്ലെങ്കിൽ എല്ലാ യുക്തിവാദി പ്രവർത്തനങ്ങളും കൂടി ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നത് സ്വതന്ത്ര ലോകം പോലെയുള്ള ഒരു പരിപാടികളിൽ കൂടിയായിരുന്നു. ഈ സ്വതന്ത്ര ലോകത്തിൻ്റെ ഒരു കൂട്ടായ്മയിൽ ആദ്യമായി ഒരു വിടവുണ്ടാവുന്നത് ഈ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന് പറയുന്ന തികച്ചും സ്ത്രീവിരുദ്ധമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രസംഗം സ്വതന്ത്ര ലോകം വേദിയിൽ സി രവീന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും അത് പിന്നീട് കുറച്ച് ആൾക്ക് ശേഷം വീണ്ടും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് ഈ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളും വ്യത്യസ്ത ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടായി മാറുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഏത് ഘട്ടങ്ങളിലും പലപ്പോഴും എൻ്റെ ഒരു നിരീക്ഷണമാണ്, ഏത് ഘട്ടങ്ങൾ നോക്കിയാലും ഈ സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, ദളിതർ തുടങ്ങിയ ഇപ്പോൾ സംവരണത്തിൻ്റെ കാര്യത്തിൽ, ദളിതരുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ പിന്നോക്കക്കാരുടെ അവസ്ഥയിൽ അപ്പം അങ്ങനെ സ്പെഷ്യൽ റൈറ്റ്സ് എന്ന് പറയുന്ന സംഭവങ്ങളെ രവീന്ദ്രനും അല്ലെങ്കിൽ ഈ പറയുന്ന എസൻസ് ഗ്രൂപ്പും പലപ്പോഴും എതിർക്കുന്നുണ്ട്. അത് എവിടെയാണെങ്കിലും ഈവൻ ചില ക്ലബ് ഹൗസ് ചർച്ചകളിൽ പോലും സ്ത്രീകൾക്ക് ആണ് എന്നുള്ള പരിഗണനയൊന്നും തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ദളിതരാണെന്നുള്ള പരിഗണനയൊന്നും തരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവരുടെ സ്ഥലങ്ങളിൽ അങ്ങനെ വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ തുല്യതയുള്ളത് കൊണ്ട് അവിടെ ചിലപ്പോൾ അവിടെ യാതൊരുവിധ പ്രിവിലേജസോ റിസർവേഷൻസോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കാണുന്നത്? അതായത് ഇതൊരു എന്താ പറയുക, കൃത്യമായൊരു ഈക്വാലിറ്റി സംഭവം തന്നെയാണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും അവർ കൃത്യമായി പറയുന്നത് ആദർശിനോടും കൂടിയുള്ളതാണ്. അതിനുശേഷം ഒരു 2 മിനിറ്റ് ആദർശ അതിന് പറയാം. അതായത് നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതേപോലെ ഇമോഷണലായിട്ട് ചെയ്യരുത്. അപ്പോൾ പൊതുവേ അവർ പറയുന്നത് സ്ത്രീകളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഫെമിനിസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ദളിതരുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നവരൊക്കെ വളരെ വികാരഭരിതമായി ഇതിനെ സമീപിക്കുന്നു എന്നുള്ളതാണ് അവർ കാണിക്കുന്ന ഒരു തെറ്റ്. അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവേണ്ടതുണ്ടോ എന്നുള്ള വാദങ്ങൾ അതിനെ എങ്ങനെ കാണുന്നത്? ആദർശ് പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ മാർക്സിയൻ ടേംസിൽ പറയുന്ന ഒന്നാണ് എക്കണോമിക് ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒന്ന്. അതുപോലെ തന്നെ ഒരു എത്തിയിസ്റ്റിക് ഡിറ്റർമിനിസം എന്ന് പറയുന്ന ഒരു സാധനം ഈ രവിചന്ദ്രൻ ഫാക്ഷനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് അതായത് ഒരാളുടെ അടിസ്ഥാന സ്വത്വം തന്നെ അയാളെ പുറത്താക്കാനുള്ള എല്ലാ കാരണങ്ങളുമായി അല്ലെങ്കിൽ അയാളെ പാർശ്വവൽക്കരിക്കാനുള്ള എല്ലാത്തരം കാരണങ്ങളുമായി തീരുന്ന അതേ സന്ദർഭത്തിൽ തന്നെ അതായത് യാതൊരു തരത്തിലും ഒരു യുക്തിവാദിയാണോ എന്ന ചോദ്യത്തെ അല്ല, ഒരു എത്തീസ്റ്റ് ആണോ എന്ന ചോദ്യത്തെ മാത്രമേ രവിചന്ദ്രൻ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. ഒരു യുക്തിവാദിയാണോ എന്ന ചോദ്യത്തെ അല്ലെങ്കിൽ ഒരു ഫ്രീ തിങ്കർ ആണോ എന്ന ചോദ്യത്തെ സ്വന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ, യുക്തിവാദി അല്ല, നിരീശ്വരവാദിയാണ് എന്നുള്ളത്. അപ്പോൾ അതായത് ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചുള്ള എന്ത് വിഷയം വന്നാലും ഇപ്പോൾ മതം എന്ന് പറയുന്നത് ഒരാളുടെ ചോയ്സ് കൂടിയാണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അതിനകത്ത് വസ്ത്ര സ്വാതന്ത്ര്യമായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങളും അത് അവരുടെ ചോയ്സ് കൂടിയാണ്. അതല്ലാതെ ഈ എത്തിയിസ്റ്റിക് ഡിറ്റർമിനിസത്തിലേക്ക് വരുമ്പോഴാണ് മതം അല്ലെങ്കിൽ ദൈവവിമർശനം മാത്രമാണ് ഇവരുടെ ഒരു ഡ്യൂട്ടി എന്നുള്ളത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മതം അല്ലെങ്കിൽ ദൈവവിമർശനം മാത്രമാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് കരുതുന്ന ഇവർ സത്യത്തിൽ ഇന്ന് രാവിലെ ടി എസ് ശ്യാംകുമാറൊക്കെ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ പറയുകയാണെങ്കിൽ
ദേ ആർ ഓൾസോ ദ പ്രോഫറ്റ്സ് ഫേസിങ് ബാക്ക്വേർഡ്. പിന്നോട്ട് നടക്കുന്ന പ്രവാചകന്മാർ തന്നെയാണ് ഇവരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന സയൻസ് എന്ന് പറയുന്നത്, ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന സയൻസ്, വളരെ സായൻസികമായ കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോഴും ഇവർ മുമ്പോട്ട് വയ്ക്കുന്ന സയൻസ് സാഫ്രണൈസ്ഡ് ആയ ഒരു സയൻസ് ആണ് എന്നുള്ളതിനകത്തും യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾ, അതിപ്പോൾ സ്ത്രീകളായിക്കോട്ടെ, സ്ത്രീകളിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് വേണം കരുതാൻ. അങ്ങനെയാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. സ്ത്രീകളിൽ നിന്ന് തുടങ്ങുകയും പിന്നീട് എനിക്ക് തോന്നുന്നത് ദളിതരിലൂടെ വികസിക്കുകയും ചെയ്ത, അതായത് അങ്ങനെ ഒരു പാർശ്വവൽക്കരണത്തിൻ്റെ പാറ്റേൺ തന്നെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു പാർശ്വവൽക്കരണത്തിൻ്റെ പാറ്റേൺ, അതായത് ഒരു വശത്ത് നിന്ന് എങ്ങനെയാണോ ഓരോ തരത്തിലുള്ള ജനവിഭാഗങ്ങളെ, പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഓരോ വിഭാഗങ്ങളെ ദൃശ്യതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സ്റ്റെപ്പ് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് പാരലായി, അതായത് ആദ്യം ഒരുപക്ഷെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളായിരുന്നു കുറച്ചൊരു ശക്തമായി വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ചവിട്ടുന്നു. അതിൻ്റെ തുടർന്ന് വരുന്ന ഒരു ദളിത് വിമർശനത്തിൻ്റെ ധാര വരുമ്പോഴത്തേക്ക് ആ ദളിത് വിമർശനത്തെ ചവിട്ടുന്നു. ഇങ്ങനെ ഒരു സമാന്തരമായി അത്തരം ഒരു പ്രൊജക്റ്റായി തന്നെ ഇവരത് സ്വീകരിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഇൻഫോംഡ് ആയി ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ്. അതല്ലാതെ അറിയാതെ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു ഏബിളിസ്റ്റ് നോഷൻ കൊണ്ട് അറിയാതെ സംഭവിച്ചു പോകുന്ന ഒന്നല്ല, അത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ക്ലബ് ഹൗസ് ചർച്ചയിൽ അങ്ങനെ ഒഴിവാക്കി നിർത്തിയേ പറ്റൂ എന്നുള്ളതാണ്. അതവർ ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് സംഭവിച്ചു പോകുന്നത് എന്നുള്ളതല്ല, അത് അവരുടെ നയപ്രഖ്യാപനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും ക്ലിയർ ആയിട്ടാണ് അവരതിനെ സമീപിക്കുന്നതെന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത് സ്ത്രീവിരുദ്ധത പറഞ്ഞുകൊണ്ടും ദളിത് വിരുദ്ധത പറഞ്ഞതുകൊണ്ടും ഇസ്ലാമോഫോബിയ പറഞ്ഞതുകൊണ്ടും മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന മട്ടിൽ അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഒരു എത്തീസ്റ്റിക് ഡിറ്റർമിനിസമാണ്. ഇപ്പോൾ ആ ഒരു ബാച്ചിൽ വരുന്ന കുറേ നിരീശ്വരവാദികളുടെ ഒക്കെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോഴും പഴയ മറ്റൊന്നും പറയാനില്ലാതെ സ്ത്രീകളുടെ വിഷയത്തിൽ മതം ഇടപെടുന്നത്, ചൊവ്വാദോഷം മതത്തിൽ ഇടപെടുന്നത്, ഇതുപോലെയുള്ള ക്ലീഷേ സാധനങ്ങൾക്കപ്പുറത്തേക്ക് ചിന്തയെ കൊണ്ടുപോകാൻ കഴിയാത്ത, ഒരു യുക്തിക്ക് വേണ്ടി ചിന്തിക്കാൻ കഴിയാത്ത, ഇപ്പോൾ സഹോദരൻ അയ്യപ്പനൊക്കെ പറഞ്ഞ ആ ഒരു യുക്തിവാദം ഒരു മതമല്ല, അത് യുക്തിയെ എന്ന് പറയുന്ന ഒരിതുണ്ടല്ലോ, യുക്തിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവ് മാത്രം സ്വീകരിക്കുക എന്നുള്ള മനോഭാവമാണ് എന്ന് പറയുന്നതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരായി ഒരു ഗ്രൂപ്പ് ഇന്നും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒരു തരത്തിലും റാഷണലിസ്റ്റുകൾ എന്ന് വിളിക്കാൻ കഴിയില്ല. അവർ ആൻറ്റി ഫെമിനിസ്റ്റുകളാണ്, ആൻറ്റി ദളിതുകളാണ്, ആൻറ്റി ഇസ്ലാമിസ്റ്റുകളാണ്. മാത്രവുമല്ല, ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഞാൻ അതും കൂടി പറയാം. ഒരു മതം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് നേരത്തെ ഷുക്കൂർ വർക്കിയിൽ സംസാരിച്ചതുപോലെ തന്നെ അതിനകത്ത് ഞാൻ പറയുന്നത് ഒരു നല്ല മതവും ചീത്ത മതവും എന്നുള്ള ഒരു ബൈനറി ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു നല്ല മതവും ചീത്ത മതവും ഇല്ല. പക്ഷെ ഒരു ചൂഷക മതവും ചൂഷിത മതവും ഉണ്ട്. ഒരു മതത്തിനുള്ളിൽ തന്നെ ചൂഷക മതവും ചൂഷിത മതവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നാസ്തിക പ്രവർത്തനം മാത്രമായി തീരുമ്പോൾ, അത് യുക്തിവാദത്തിലേക്ക് എത്താത്ത നാസ്തിക പ്രവർത്തനം മാത്രമായി തീരുമ്പോൾ, അത് മർദ്ദിത മതത്തിന് ഇരട്ട പ്രഹരമേൽപ്പിക്കുന്ന, മർദ്ദക മതത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പരിപാടി കൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ മർദ്ദക മതത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ടുകൂടിയാണ് അത് ഹിന്ദുത്വ നാസ്തികതയായി മാറുന്നത് എന്നുള്ളതും. അത് പക്ഷേ ഹിന്ദുത്വ ഫോൾഡറിലേക്ക് വരുന്ന ദളിതർക്കും എതിരാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ ഒബ്വിയസ് ആവുകയും ചെയ്യുന്നു. നന്ദി. ഓക്കെ, ആദർശ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചോദ്യങ്ങൾ, അതായത് ഒന്ന്, ഇങ്ങനെ വികാരഭരിതമാകുന്നത് പ്രശ്നമാണ് ഭയങ്കര. അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു അടി കിട്ടുന്ന ഒരു ദളിതനോട് നമുക്ക് വികാരപരമായി അല്ലെങ്കിൽ കാറിൻ്റെ ഇടയിൽ കൈ പെടുത്തിക്കൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരാളെ നമ്മൾ വളരെ വികാരഭരിതമായി നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ രാഷ്ട്രീയം പറയുക, അങ്ങനെയാണോ അത് അവരുദ്ദേശിക്കുന്നത്?
അതുപോലെ തന്നെ നേരത്തെ ആദർശ് നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്തതിൽ വെച്ചിട്ട് 6 വയസ്സ് മുതലൊക്കെ, അല്ല 6 വയസ്സോ 6ാം ക്ലാസ്സോ, 6ാം ക്ലാസ്സിൽ. അപ്പോൾ 6ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് ഒരാൾക്ക് ഭയങ്കര നാസ്തികനാകാനൊക്കെ പ്രാർത്ഥന നടത്തി. ഓക്കെ, അപ്പോൾ അതൊക്കെ സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കുറച്ച് സമയത്തുള്ളിൽ? കാരണം അദ്ദേഹത്തിൻ്റെ ഞാൻ പറയുന്നത് വൈകാരികതകളുള്ള ഒരു മനുഷ്യനാവുക അല്ലെങ്കിൽ വൈകാരികമായ വിഷയങ്ങളെ സമീപിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമായി ഞാൻ പൂർണ്ണാർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഇമോഷണൽ ലിറ്ററസി അത് ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ നിങ്ങൾ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷികമായി വേണ്ടുന്നൊരു കാര്യമാണ്. കാരണം മറ്റൊരാളുടെ കണ്ണീര് കണ്ട് അതിൻ്റെ റീസൺ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നിടത്ത് മാത്രമേ ഈ നാട്ടിൽ എന്തെങ്കിലും പ്രോഗ്രസീവായിട്ടുള്ള സോഷ്യൽ ചേഞ്ചുകൾ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള കാലത്ത് മാത്രമാണ് അതുണ്ടാകുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവനവന് നേരെ വരുമ്പോഴുള്ള സമയങ്ങളിലെങ്കിലും അത് അഡ്രസ്സ് ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമാണ് തീർച്ചയായും അതൊരു സമൂഹത്തിൻ്റെ. എന്തുകൊണ്ടാണ് ഗാന്ധിക്ക് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ചിന്തയുണ്ടാകുന്നത്? വെളുത്ത വർഗ്ഗക്കാരാൾ അവിടെ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വലിച്ചെറിയപ്പെടുമ്പോഴാണ് ഗാന്ധിക്ക് ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ബോധം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അദ്ദേഹം കൂടുതലായി ആലോചിക്കുന്നത്. അല്ല പുസ്തകം വായിച്ചുകൊണ്ട് ഡെയിലി നാസ്തികത ക്ലാസ് കേട്ടിരുന്നാൽ മാത്രം ആ ബോധം എന്ന് പറയുന്നുണ്ടാവില്ല. അത് സോഷ്യൽ റിയാലിറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. സോഷ്യൽ റിയാലിറ്റി ഇമോഷണലായ ഒരു കാര്യം കൂടിയാണ്. അതിനെ എമ്പതറ്റിക്കലി സമീപിക്കുമ്പോൾ മാത്രമേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ വേദന എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ജീവിതത്തിൽ ഒരു പുരോഗമനപരമായ രീതിയിലേക്ക് അതിനെ മാറ്റാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു നടു റോഡിൽ നിന്ന് കരയാൻ തോന്നിയാൽ കരഞ്ഞ് തീർക്കാൻ കഴിയുന്നിടത്താണ് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് കരച്ചിൽ പിടിച്ചു നിർത്തിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് സ്വാതന്ത്ര്യം എന്നുള്ളതല്ല. അതിന് നിങ്ങളുടെ പാട്രിയാർക്കൽ ഇമോഷൻസ് നിങ്ങളെ കരയുന്നതിൽ നിന്ന് പിന്നിലേക്ക് വഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഒരു നല്ലൊരു കവിത ആസ്വദിക്കണമെങ്കിൽ ഫുൾ റാഷണലായി നിന്നുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊരു നല്ല കവിത ആസ്വദിക്കാൻ കഴിയുക? ഇപ്പോൾ പ്രണയത്തെ എന്തിനോടെങ്കിലും ഒന്ന് ഉപമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രണയത്തെ ഒരുപക്ഷെ ഒരു ചെമ്പനീർ പൂവിനോട് ഉപമിക്കുമ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കാര്യം കയ്യിൽ നിന്ന് പോയി. അതിനകത്തൊരു ഇമോഷൻസോ അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റോ ഒന്നുമില്ല. ഒരു സിനിമ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ അതിനെ റാഷണലി അപ്രോച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ സിനിമയുടെ ലോകത്ത് നിന്ന് നിങ്ങൾ പുറത്തായി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ എനിക്ക് പറയാനുള്ളത് റാഷണാലിറ്റിയെ ഈ പറയുന്ന ഒരു ബ്ലെൻഡ് ഉണ്ടാവണം, ഇമോഷൻസുമായിട്ടുള്ളൊരു ബ്ലെൻഡ് ഉണ്ടാവണം. എമ്പതറ്റിക്കലായി ആ ബ്ലെൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ മാത്രമേ അത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇവരിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ആ ഫ്യൂർ ബാക്ക് ആൻഡ് മെറ്റീരിയൽസ് എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ ബ്ലെൻഡ് അത് വരുന്നില്ല. അത് ആരെന്ത് ഇമോഷൻ പറഞ്ഞാലും അതിനെ പ്രശ്നവൽക്കരിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരു കാര്യം കൂടി, ജസ്റ്റ് അത് അധികം സമയമെടുക്കാതെ, പലപ്പോഴും ഞാൻ കേട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഹിജാബ് ധരിക്കുന്നത്. ഇത് ഞാൻ ഷുക്കൂറോക്കിനോടും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹിജാബ് ധരിക്കുന്നത് മതങ്ങളുടെ ഒരു അല്ല അവരവരുടെ, അതായത് സ്ത്രീകളുടെ ഒരു ചോയ്സാണ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇവർ അംഗീകരിക്കാറില്ല. ഹിജാബ് ധരിക്കുന്നത് സ്ത്രീകളുടെ ഒരു ചോയ്സാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. പക്ഷേ യൂണിവേഴ്സിറ്റികളിൽ മുസ്ലിം അധ്യാപകരില്ല, അല്ലെങ്കിൽ കോളേജുകളിൽ പുരുഷ അധ്യാപകന്മാർക്കാൾ കൂടുതൽ സ്ത്രീകളാണ് എന്ന് പറയുമ്പോൾ അത് അവരുടെ ചോയ്സാണ് എന്ന് ഇവർ പറയുന്നു. അതായത് അവിടെ എത്തുമ്പോൾ ചോയ്സ് നിർണ്ണയിക്കുന്നതിൽ ജാതി മത ലിംഗത്തിനൊന്നും യാതൊരു പ്രത്യേകതയില്ല എന്നും, മതത്തിൻ്റെ കാര്യത്തിലെത്തുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിജാബിൻ്റെ കാര്യത്തിലുമ്പോൾ അത് കേവലം മതത്തിൻ്റെ മാത്രം സ്വാധീനം കൊണ്ടാണെന്നും വ്യാഖ്യാനിക്കുന്നതിൽ പ്രശ്നമില്ലേ? അത് വളരെ പെട്ടെന്ന് നമുക്ക് സമയത്തിരി കുറവാണ് എന്നല്ലോ. ബേസിക്കലി ഇതൊരു റെപ്രസെൻറ്റേഷൻ പൊളിറ്റിക്സിൻ്റെ പ്രശ്നമാണ്. ഇവർ ആ റെപ്രസെൻറ്റേഷൻ എന്നുള്ളതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻറ്റി റിസർവേഷനിസ്റ്റ് ആണല്ലോ ഈ പറയുന്ന സംഘടന എന്ന് പറയുന്ന എസൻസ് എന്ന് പറയുന്ന സംഘടന ബേസിക്കലി ആൻറ്റി റിസർവേഷനിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇപ്പം സ്കൂളുകളിൽ എന്തുകൊണ്ട് മുസ്ലിം അധ്യാപകർ കുറയുന്നു എന്നുള്ള ചോദ്യം അവർക്ക് പ്രശ്നമായി മാറാത്തതും അതുകൊണ്ടാണ്. ഇതിനെ ഇവർ വളരെ റൊമാൻറ്റിസൈസ് ചെയ്യും. ഇപ്പം പഴയ കാലത്തെ ചില ട്രെൻഡിങ് മീംസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇൻ ഇന്ത്യ യു ഗീവ് ജോബ്സ് ടു ദ റിസർവ്ഡ് ഇന്ത്യൻ, വേറസ് ഇൻ US യു ഗീവ് ജോബ് ടു ദ ഡിസർവ്ഡ് ഇന്ത്യൻസ് എന്ന് പറയും. ഡിസർവ്ഡ് വേഴ്സസ് റിസർവ്ഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിനെ റൊമാൻറ്റിസൈസ് ചെയ്ത് ആൻറ്റി റിസർവേഷൻ ടെൻഡൻസീസ് കൊണ്ടുനടന്ന് അത് സമൂഹത്തിൽ പെട്ടെന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യപ്പെടുന്ന ഒരു സ്ലോഗൻ കൂടിയാണ്. അങ്ങനെ അതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പം എന്തായാലും വാട്ട് ഈസ് ചോയ്സ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങൾക്ക് റാഷണലായിട്ടൊരു നിലപാടെടുക്കാൻ കഴിയണം. നിങ്ങൾ അങ്ങനെ ആ നിലപാട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ നിലപാടിൻ്റെ പേര് നിങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടാതിരിക്കുകയും കൂടെ ചെയ്യണം. അപ്പോഴാണ് അത് ചോയ്സായി മാറുക എന്ന് പറയുന്നത്. ഇപ്പം എന്തെങ്കിലും ഒന്ന് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈദി അമീൻ ആണെന്ന് ഒന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ഫ്രീഡം ഓഫ് സ്പീച്ച് ബട്ട് ഐ ക്യാൻറ്റ് അഷ്യൂർ ഫ്രീഡം ആഫ്റ്റർ സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ചോയ്സിൻ്റെ കാര്യത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്കൊരു സാധനം സെലക്ട് ചെയ്യാനുള്ളൊരു ചോയ്സ് ഉണ്ടാവണം. അത് ഒന്നിലധികം കാര്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ചോയ്സ് കൂടി ഉണ്ടാവണം. അല്ലാതെ അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് നീ പോയി എടുത്തോ എന്നിട്ട് അതിൻ്റെ ചോയ്സ് ആണെന്ന് പറയുന്നതല്ല. ജയശ്രീ ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് അതിനൊരു അല്ല, ഈ ഇമോഷണൽ ഇതിനെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഗോപാൽ ഗുരു സുന്ദർ സരൂക്കായി ഡിബേറ്റ് ഉണ്ടല്ലോ, അവരതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, സോഷ്യൽ സയൻസസ് സത്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടച്ച് സ്റ്റോൺ എന്താണെന്നുള്ളത്.
ടച്ച് സ്റ്റോൺ ഈസ് എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ അതൊരു ടച്ച് സ്റ്റോൺ ആയിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് വെക്കേണ്ട കാര്യമാണ്. വൈകാരികതകളെ വൾണറബിലിറ്റി ആയി കണക്കാക്കുന്നത് ഒരു പ്രശ്നമാണ്. ഓക്കെ, ഈ ചോയ്സിന്റെ കാര്യത്തിൽ ഹിജാബ് എന്നുള്ള ചോയ്സിന്റെ കാര്യത്തിൽ അത് ചോയ്സ് ആണ് എന്ന് തന്നെയാണ്. അതെ, ആ ചോയ്സിലും മതസ്വാധീനങ്ങൾ ഉണ്ടാകാം എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഷുക്കൂർ വക്കീലിൽ കുറച്ചുകൂടെ, കാരണം ഷുക്കൂർ വക്കീലിനെ ഇടയ്ക്ക് വെച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ് അവസാനം വെച്ചത്. അപ്പോൾ ഒരു ചോദ്യം ഞാൻ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം ഇങ്ങനെ കാണുമ്പോൾ എന്താണ് ആക്ച്വലി തോന്നുന്നത്? നമ്മളുടെ കൂടെ ഇന്ന് സംവാദത്തിന് വരേണ്ടിരുന്ന ഡോക്ടർ ആസാദ് അദ്ദേഹം കഴിഞ്ഞ തവണ ലിറ്റ്മസിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ എന്ന് തന്നെ പറയാം, കൊടുക്കാൻ എന്ന് തന്നെ. കാരണം ഇത് ഷുക്കൂർ വക്കീൽ ഇപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന് അങ്ങനെ വലിയ പരിക്കുകളൊന്നും പറ്റിയില്ല. പക്ഷെ അതേ സംവാദത്തിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ വാക്കുകൾ തിരിച്ചൊടിച്ച് അവർ വളരെ കൃത്യമായി ആഘോഷിച്ച കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുകയാണ്. എനിവേ, ഞാൻ കഴിഞ്ഞ സംവാദത്തിൽ വരികയാണെങ്കിൽ ആസാദ് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാപ്പിലാക്കാൻ എന്നോണം ചോദിച്ചൊരു ചോദ്യമാണ് ഹമാസ് പോരാളികളാണോ എന്നുള്ളൊരു ചോദ്യം. കാരണം ഒറ്റ ചോദ്യത്തിൽ പല കാര്യങ്ങളും എന്താ പറയുക, ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്, ഇവിടെ നിൽക്കുന്ന ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ RSS ഒക്കെ ഭീകരരാണോ എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്കത്, RSS അല്ലെങ്കിൽ സംഘപരിവാറുകാർ ഭീകരരാണോ എന്ന് ചോദിച്ചുകൊണ്ട് സാറിൻ്റെ അതിലുള്ള ടേക്ക്. മഹാത്മാഗാന്ധിയെ കൊന്നത് ഭീകരപ്രവർത്തനമാണെങ്കിൽ, ബാബരി മസ്ജിദ് പൊളിച്ചത് ഭീകരപ്രവർത്തനമാണെങ്കിൽ, നിങ്ങൾ ചോദിച്ച സംഘടന ഏതാണെന്ന് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി. അത് പ്രത്യേകിച്ച് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. മഹാത്മാഗാന്ധിയെ കൊന്നതിനേക്കാൾ വലിയൊരു ഭീകരപ്രവർത്തനം ലോകത്ത് നടക്കാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ. തീർച്ചയായും ഇപ്പം ഹോട്ട്സ്റ്റാറിലോ മറ്റൊരു സീരീസ് ഉണ്ട് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിനെ കുറിച്ച്. മഹാത്മാഗാന്ധി എന്തായിരുന്നു 1945 മുതൽ 47 വരെയുള്ള 48 വരെയുള്ള 48 ജനുവരിയിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. 45, 46, 47 ഈ 3 വർഷം മഹാത്മാഗാന്ധി എങ്ങനെയാണ് ഇന്ത്യയിൽ ജീവിച്ചത്? അദ്ദേഹം നമ്മൾക്ക് ഇനിയും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും ഇന്ത്യയിലെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ കഴിയാത്ത രീതിയിൽ ആ 3 വർഷത്തെ പ്രവർത്തനം കൊണ്ട് മാത്രം അദ്ദേഹം ആഴത്തിൽ വേരുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കൊന്ന് കളയാൻ മാത്രമുള്ള ഐഡിയോളജിയിലെ സംഘം അത് ഭീകരരാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ആവശ്യമില്ല. അത് എസ്റ്റാബ്ലിഷ്ഡാണ്, അത് എൻക്രിപ്റ്റഡ് ആണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് സിറിയൻ സംഭവം ഉണ്ടല്ലോ, സിറിയയിൽ പുതിയ ഒരു ഭീകരവാദി നേതാവിനെ നേതൃത്വത്തിൽ ഭരണകൂടം നിലവിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് മീഡിയ വണ്ണൊരു ഔട്ട് ഓഫ് ഫോക്കസിലൊരു ചർച്ച നടത്തി. സിറിയൻ ജനതയുടെ വിജയം, നേരത്തെ താലിബാൻ വന്നപ്പോൾ മാധ്യമം പത്രം വിസ്മയമാണെന്ന് എഴുതിയതുപോലെ അതിൻ്റെ വേറൊരു വേർഷനായിരുന്നു സിറിയൻ ജനതയുടെ വിജയം. അൽബഷർ കുടുംബം സിറിയക്ക് ഉണ്ടാക്കിയ ഡാമേജ് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു ഇസ്ലാമിക തീവ്രവാദം പിടിമുറക്കുന്ന ഒരു ഭരണ സംവിധാനം വന്നാൽ എങ്ങനെയുണ്ടാവും നമുക്കറിയാം. അതിനൊരു പോസ്റ്റ് എഴുതിയപ്പോൾ ഈ രവിചന്ദ്രൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നയാൾ എൻ്റെ പോസ്റ്റിലൊരു കമൻ്റ് എഴുതി, ഇതിൻ്റെ പേരിലുള്ള മതരാഷ്ട്രീയ മുതലെടുപ്പുകൾ മുൻകൂട്ടി കണ്ട് അടിമത്തത്തിൻ്റെ ചിഹ്നമായ ഹിജാബ് അങ്ങ് നിരോധിച്ചാലോ ഇന്ത്യയിൽ? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. എൻ്റെ പോസ്റ്റ് ഇന്ന് ഇറാനിൽ മറ്റൊരു വിസ്മയം, ഇന്ന് ഇറാനിൽ നിന്നൊരു വാർത്തയുണ്ട്. 27 വയസ്സുള്ളൊരു സ്ത്രീ ഹിജാബ് ധരിക്കാതെ വീഡിയോ അപ്ലോഡ് ചെയ്തു, പോലീസ് വന്നു, പിന്നെ ഒരു വിവരം അവരെക്കുറിച്ചില്ല. എല്ലാ വിസ്മയക്കാരും ഒന്നിക്കുന്ന കാലം നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് എൻ്റെ ചോദ്യം. ഇറാനിൽ കുറച്ച് ദിവസം മുമ്പുണ്ടായൊരു സംഗതിയാണ്, ഒരു പെൺകുട്ടി 27 വയസ്സുള്ളൊരു സ്ത്രീ ഒരു 4 പുരുഷന്മാരോടൊപ്പം ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ വീട്ടിലേക്ക് പോലീസ് വരുന്നു. പിന്നെ അവരെവിടെ പോയി നമുക്കറിയില്ല. ഇതാണ് ഇന്ന് അഫ്ഗാനിസ്ഥാനിൽ സംഭവിക്കുന്നത്, താലിബാനിൽ സംഭവിക്കുന്നത്. ഇത് കുറച്ച് നാൾ മുമ്പ് ബംഗ്ലാദേശിൽ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തലയിൽ തട്ട് മറക്കാത്ത ഹിന്ദു സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ കോളേജിൽ പഠിപ്പിക്കാൻ പാടില്ല എന്ന് ബംഗ്ലാദേശിലെ പുതിയ ഗവൺമെൻറ്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്നയാൾ. ഇപ്പം ഉത്തരേന്ത്യയിൽ പശുവിനെ കടത്തി എന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ അടിച്ചു കൊള്ളുന്നതിൻ്റെ വേറൊരു വേർഷനാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്.
അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ അഖിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഹിജാബ് എന്ന് പറയുന്ന വസ്ത്രധാരണ രീതി തീർച്ചയായും അത് മനുഷ്യൻ്റെ അവകാശമാണ്. പക്ഷേ ആ വസ്ത്രം ധരിക്കാതിരിക്കാനുള്ള അവകാശം കൂടിയുണ്ട്. നമ്മൾ കർണാടക ഗവൺമെൻറ് ഹിജാബിനെ എതിർത്തപ്പോൾ ഹിജാബ് തലയിൽ കുട്ടികൾ തട്ടോട്ട് പോകുന്നത് നിരോധിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ ശബ്ദം ഉയർത്തിയ ആളാണ് നമ്മൾ ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും. അതിന് കാരണം അവർക്ക് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആർട്ടിക്കിൾ 19-ൻ്റെയും 21-ൻ്റെയും പരിധിയിൽ വരുന്നൊരു സംഗതിയാണെന്ന് വിചാരിക്കുന്ന ആർട്ടിക്കിൾ 25-ൻ്റെ പരിധിയിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമായതുകൊണ്ടാണ്. എന്നാൽ ഇതേ സ്വാതന്ത്ര്യം ഇറാനിലെ പെൺകുട്ടിക്കുമുണ്ട്. ഇറാനിലെ പെൺകുട്ടി ഹിജാബ് ധരിക്കാതെ പോകാനുള്ള അവകാശം, ഹിജാബ് ധരിക്കാതെ വീഡിയോ അപ്ലോഡ് ചെയ്യാനും ഹിജാബ് ധരിക്കാതെ ക്യാമ്പസിൽ പോകാനും ഇറാനിലെ പെൺകുട്ടിക്കുമുണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്താണ് മനുഷ്യൻ എന്നതിൽ നമ്മൾ ഐക്യപ്പെടുന്നത്. ഇതാണ് ഇസ്ലാമിസ്റ്റുകൾക്കും അതുപോലെ ഈ നവനാസ്തികർക്കും ഹിന്ദുത്വവാദികൾക്കും മനസ്സിലാകാതെ പോകുന്നത്. ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ നേരെ വിപരീത വേർഷനാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, അത് ചർച്ചയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇവിടെയാണ് മനുഷ്യൻ്റെ ചോയ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചോയ്സ് എന്ന് പറയുന്നതിൽ പലതരത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളെ അപ്ബ്രിങ് ചെയ്ത് കുട്ടികളെ വളർത്തുന്ന രീതി അനുസരിച്ചാണ് അവരുടെ ചോയ്സ്. നിങ്ങൾ ഒരാളെ ഒരു കൂട്ടിലിട്ടിട്ട് 10 വർഷം വളർത്തി കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊരു ചോയ്സ് ഇല്ല. ആ കൂടാണ് അയാളുടെ ചോയ്സ്. ഈ അടിമത്ത മനോഭാവം നമ്മളിൽ ഉണ്ടാക്കും. ഇപ്പം എയ്ത്തിസം അല്ലെങ്കിൽ ഈ കേവലം യുക്തിവാദം ഒരു മതത്തേക്കാൾ ശക്തമായൊരു സംഗതിയായി വരുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രവാചകനും ആ പ്രവാചകൻ്റെ പ്രസംഗങ്ങൾ ആളെ അടിച്ചു വന്നാൽ ഒരു വേദഗ്രന്ഥമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇവിടെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ പരമമായ ഉത്തരവാദിത്വം. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സമൂഹത്തിൽ നൽകുന്ന കുറച്ച് മൂല്യബോധങ്ങളുണ്ട്. ആ മൂല്യബോധങ്ങളെ സമൂഹത്തിൽ വ്യാപിപ്പിക്കുക എന്നുള്ളത് പരമമായ ലക്ഷ്യമായി നമ്മളതിൽ കണക്കാക്കണം. ഇപ്പം ഈ മതവിശ്വാസികളെ സംബന്ധിച്ചോളം യുക്തിവാദത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുന്നവർ. ഇപ്പോൾ ജബ്ബാർ മാഷ്ക്കെതിരെ പ്രസംഗിക്കാത്ത മുസ്ലിം പണ്ഡിതന്മാരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിയാഖത്തിലേക്കെതിരെ പ്രസംഗിക്കാത്തവരുണ്ടാവില്ല. പക്ഷേ ഈ ലിയാഖത്തിലും ജബ്ബാർ മാഷും അതുപോലെ തന്നെ യുക്തിവാദം പറയുന്ന അനേകം ആൾക്കാരും സാമൂഹ്യ മുന്നേറ്റത്തിൽ കൃത്യമായ സംഭാവന നൽകുന്നവരാണ് എന്ന് വിചാരിക്കുന്ന ഒരു മുസ്ലിം സാംസ്കാരിക മുസ്ലിമായ ഒരാളാണ് ഞാനൊരു ഇസ്ലാം മതം നിരാകരിക്കുകയോ എൻ്റെ മുസ്ലിം പാരമ്പര്യം തള്ളിക്കളയോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ കേരളത്തിലെ മുസ്ലിമിനെ പരിവർത്തനപ്പെടുത്തുന്നതിൽ, കേരളത്തിൻ്റെ മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി, കേരളത്തിലെ മുസ്ലിമിനെ ഇതര സമൂഹമായി ബന്ധിപ്പിക്കുന്നതിൽ, ലോകത്തെ ഇതര സംസ്കാരവുമായി ബന്ധിപ്പിക്കുന്നതിൽ നിങ്ങൾക്ക് പുതിയ പാഠങ്ങൾ നൽകുന്നതിൽ ജബ്ബാർ മാഷ്ക്ക് കൃത്യമായ പങ്കുണ്ട്. ജബ്ബാർ മാഷെ എതിർക്കാനെങ്കിലും മുസ്ലിമായ ഒരാൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യം എനിക്ക് തോന്നുന്നുണ്ട്. ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട്. അപ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് റഹ്മാൻ വക്കീൽ എപ്പോഴും എനിക്ക് ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ് അയച്ചു തരും. പക്ഷേ എനിക്കത് എല്ലാ പ്രാവശ്യം കേൾക്കാൻ സമയം ഉണ്ടാകാറില്ല. കാരണം ഞാൻ ഖുർആൻ അങ്ങനെ വ്യക്തമായി പഠിച്ച ആളല്ല. അത് പഠിച്ചില്ലെങ്കിൽ ലോകത്ത് വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പഠിക്കാൻ ശ്രമിക്കാറില്ല. എനിക്ക് പഠിക്കേണ്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമവും ഇപ്പോഴത്തെ BNSS-ഉം CRPC-യും ഇപ്പം BNSS-ഉം എവിഡൻസ് ആക്റ്റും ആയതുകൊണ്ട് അതാണ് എൻ്റെ തൊഴിൽ. ആ തൊഴിലിൽ പ്രാവീണ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് തന്നെ സമയം തികയാത്തതുകൊണ്ട് ഇപ്പം ഓരോ ആഴ്ചയിലും അടിച്ചു വരുന്ന നമ്മുടെ ലോ ജേർണലുകളും പുതിയ ഇറങ്ങുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഖുർആൻ വിശദമായി പഠിക്കാൻ ശ്രമിക്കാറില്ല. അത് ശ്രമിച്ചിട്ടെങ്കിൽ വലിയ അപകടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കാത്തതുകൊണ്ട് ജബ്ബാർ മാഷ വിമർശനവും പഠിക്കേണ്ട എന്ന് തൽക്കാലം വിചാരിക്കുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. പക്ഷേ ജബ്ബാർ മാഷും ലിയാഖത്തിനെയും ഒക്കെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് നൽകുന്ന ഒരു പുതിയ തലമുറക്ക് വിവേചനത്തോടു കൂടി മതത്തെ കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ നേരെ മറിച്ച് ഈ ഇസ്ലാമിനെതിരെ വെറുപ്പ് മാത്രം പ്രചരിപ്പിച്ച് മുസ്ലിങ്ങളെ അപരവൽക്കരിച്ച് മുസ്ലിങ്ങൾ ഒരു സമൂഹത്തിനും ചേരാത്തവരാണ് എന്ന രീതിയിലേക്ക് ധ്വനി ഉണ്ടാക്കുന്ന നവനാസ്തികത എന്ന് പറയുന്ന ഈ പുതിയ ചിന്താരീതി ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ബലമേകുന്ന രീതിയിൽ, ഇവിടുത്തെ കാസ പോലുള്ള ഗ്രൂപ്പുകൾക്ക് ശക്തിപ്പെടുത്തുന്ന രീതിയിൽ പ്രചരണം നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനെങ്കിലും എന്നെപ്പോലുള്ളവർ പഠിക്കേണ്ടതുണ്ട് എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ ഒരുപാട് മുസ്ലിങ്ങളെ കണ്ടവരാണ്. നിങ്ങൾ മിക്കവരും മുസ്ലിങ്ങളുമായിട്ട് ഇടപഴകുന്നവരും കണ്ടവരാണ്.
രവിചന്ദ്രൻ പറയുന്ന പോലത്തെ മുസ്ലിമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന, നിങ്ങളുടെ സ്കൂളിൽ പഠിച്ച, നിങ്ങളുടെ കോളേജിൽ പഠിച്ച, നിങ്ങളുടെ കൂടെ സിനിമയിൽ അഭിനയിച്ച, നിങ്ങളുടെ കൂടെ സിനിമ കാണുന്ന, സിനിമാ സംവിധാനം ചെയ്യുന്ന എത്ര മുസ്ലിങ്ങൾക്ക് പരിചയമുണ്ട്? അവരാരെങ്കിലും രവിചന്ദ്രൻ വിഭാവനം ചെയ്യുന്ന ആരിഫ് ഹുസൈൻ പറയുന്ന മുസ്ലിമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നമ്മളെ ഈ ജീവിതത്തെ കാണുന്നത് നമ്മുടെ വിശുദ്ധ ഖുർആനിൽ പിന്നെ മുസ്ലിം അല്ലാത്തവരെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആരതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നു? റേഷൻ കടയിൽ പോയി റേഷനായി വാങ്ങി ജീവിക്കുന്ന മനുഷ്യനെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാഫർ നോക്കി കൊല്ലാനാണോ ഈ രാജ്യത്ത് സമയം? അതാണോ നമ്മുടെ പ്രാഥമികമായ സംഗതി? ഇപ്പം പ്രധാനപ്പെട്ട ചർച്ച, ലിയാക്കത്തൊക്കെ പ്രധാനപ്പെട്ട ചർച്ച അടിമത്തത്തെക്കുറിച്ചാണ്. എന്തൊരു ഞാനിക്കാൻ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എത്ര ഇറലവൻ്റായ കാര്യങ്ങളാണെന്ന്. ഇനി ഇസ്ലാം അടിമത്തം അംഗീകരിച്ച് തന്നെ കൂട്ടട്ടെ, ആധുനിക സമൂഹത്തിൽ അതിനെന്ത് റെലവൻസി ഉള്ളതെന്ന്. നിങ്ങൾ മനുഷ്യൻ പുരോഗതിയിലേക്ക് പോകുന്നത് എന്താ? നിങ്ങളുടെ ജീവിതത്തെ ആയാസരഹിതമാക്കാൻ എന്താ സയൻസ്? നമ്മളെന്തിനാ സയൻസിനെ ബഹുമാനിക്കുന്നത്? ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തെ ആയാസരഹിതമാക്കാൻ ഓരോ മനുഷ്യൻ്റെയും ചിന്തയിൽ ഉത്ഭവിക്കുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. നമുക്ക് യാത്ര ചെയ്യാൻ വാഹനങ്ങൾ കണ്ടുപിടിച്ചു, നമുക്ക് വെളിച്ചം കിട്ടാൻ വൈദ്യുതി കണ്ടുപിടിച്ചു, നമുക്ക് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചു. ഇതൊക്കെ സയൻസിൻ്റെ സംഭാവനകളാണ്. ഈ സയൻസിൻ്റെ സംഭാവനയെക്കുറിച്ച് ചിന്തിക്കേണ്ട, കൂടുതൽ കുട്ടികളെ സയൻസിലേക്ക് ആകർഷിക്കേണ്ട നമ്മൾ 1400 കൊല്ലം മുമ്പ് അവതീർണമായി എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന, അങ്ങനെ വിശ്വസിക്കാത്തവർക്കാണ് വിശ്വസിക്കാൻ അവകാശമുള്ള ഒരു പുസ്തകത്തിൽ അടിമത്തത്തെ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വർത്തമാന ലോകത്ത് എന്ത് പ്രാധാന്യമുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതാണോ നമ്മുടെ പ്രസക്തമായ വിഷയം? അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആധുനിക സമൂഹത്തിലെ മനുഷ്യൻ്റെ ജീവിതത്തെ ലളിതമാക്കാൻ യുക്തിവാദികൾക്ക് എന്ത് മുന്നോട്ട് വെക്കാൻ കഴിയും? ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തെ ആയാസരഹിതമാക്കാൻ യുക്തിവാദം കൊണ്ട് നിങ്ങൾക്ക് എന്ത് മുന്നോട്ട് വെക്കാൻ കഴിയും? ആധുനിക മനുഷ്യനെ പരസ്പരം സ്നേഹിക്കുന്നവരും പരസ്പരം കൊടുക്കുന്നവരും പരസ്പരം വാങ്ങുന്നവരുമാക്കി മാറ്റാൻ യുക്തിവാദത്തിന് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു യുക്തിവാദ സമൂഹത്തെ വളർത്തിയെടുത്താൽ തീർച്ചയായും വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത, അടിമത്തത്തെ ന്യായീകരിക്കാത്ത ഒരു സമൂഹമാക്കി മാറ്റാൻ നമുക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ പിന്തുണ വേണം. ഒരു ഇസ്ലാം മത സാംസ്കാരിക മുസ്ലിമായി ജീവിക്കാൻ ഈ രാജ്യത്തെ എല്ലാ മുസ്ലിമിനും അവകാശമുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട്, ദളിതരായി ജീവിക്കാൻ അവകാശമുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട്, എല്ലാ സംസ്കാരങ്ങൾക്കും വൈവിധ്യങ്ങളോടെ ജീവിക്കാനുള്ള ഒരു ഭാവി, ഒരു ഭൂതവും ഒരു വർത്തമാനവും നമ്മുടെ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നതുകൊണ്ട് ആ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി മാറ്റാനാണ് യുക്തിവാദികൾ ശ്രമിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മൾ കുറച്ച് സമയം ഷോർട്ടിലായതുകൊണ്ട് നമ്മൾ മറ്റു ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത് കൂടുതൽ ഇനി എന്തെങ്കിലും പറയാനുണ്ട് എന്ന് എനിക്കും തോന്നുന്നില്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് ഇതിനകത്തുനിന്ന് കിട്ടിയത്. എന്തായാലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ മുഴുവൻ, അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ച 1-2 സെഷനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മളുടെ ഇടയിൽ ഉണ്ടാകുന്ന സംഘപരിവാർ നാസ്തികത എന്ന് പറയുന്ന ഇക്കാര്യത്തെ, വലതുപക്ഷ നാസ്തികതയെ പൂർണ്ണമായും എതിർക്കേണ്ട ഒരാവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വേദിയിലിരിക്കുന്ന ഷുക്കൂർ വക്കീലിനും ആദർശിനും ജയശ്രീക്കും എല്ലാവർക്കും ഒറ്റ വാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.